ആഡംബരമായി അണിയിച്ചൊരുക്കിയ കല്യാണ മണ്ഡപം. താലപ്പൊലിയും വാദ്യാഘോഷങ്ങളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം. പക്ഷേ ഗീതാഞ്ജലിയുടെ നെഞ്ചിടിപ്പ് ആ മേളങ്ങളേക്കാൾ വേഗത്തിലായിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞു നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ഗീതു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിന്റെ ചേച്ചിയുടെ കല്യാണമല്ലേ ഇന്ന്? നീ ഇങ്ങനെ മുഖം വാടിയിരുന്ന അത് ശരിയാകില്ല. ഗീതയുടെ അമ്മ ലക്ഷ്മി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, എനിക്കെന്തോ ഒരു പേടി. ചേച്ചിയെ കാണാനില്ലെന്ന് ആരോ പറയുന്നത് കേട്ടു. ഗീത വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ലക്ഷ്മിയുടെ മുഖം ഒരു നിമിഷം വിളറി. അവർ മുറിക്ക് പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് ഗീതയുടെ അച്ഛൻ രാഘവൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം വിയർത്തു കുളിച്ചിരുന്നു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാഘവേട്ടാ, എന്തുപറ്റി? ലക്ഷ്മി പരിഭ്രമത്തോടെ ചോദിച്ചു. ലക്ഷ്മി, എല്ലാം കഴിഞ്ഞു. അഞ്ജലി, അവൾ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയി. ഒരു കത്ത് മാത്രമാണ് ബാക്കി വെച്ചിരിക്കുന്നത്. രാഘവൻ തകർന്നുപോയ സ്വരത്തിൽ പറഞ്ഞു. ആ വാർത്ത കേട്ടതും ഗീതയുടെ ലോകം നിശ്ചലമായി. പുറത്ത് അരവിന്ദിൻ്റെയും കുടുംബത്തിൻ്റെയും വരവ് അറിയിച്ചുകൊണ്ടുള്ള വെടിക്കെട്ട് തുടങ്ങിയിരുന്നു. ഈ നാടിൻ്റെ പ്രതാപമായ മംഗലശ്ശേരി കുടുംബത്തിലെ ഏക അവകാശി അരവിന്ദ്. അഹങ്കാരവും ദേഷ്യവും ഒരുപോലെ കൊണ്ടു നടക്കുന്ന അരവിന്ദ് ഈ അപമാനം എങ്ങനെ സഹിക്കും? മണ്ഡപത്തിൽ അരവിന്ദ് വെള്ളപ്പട്ടെടുത്ത് ഗമയിലിരിപ്പുണ്ട്. മുഹൂർത്തത്തിന് മിനിറ്റുകൾ മാത്രം ബാക്കി. അപ്പോഴാണ് രാഘവൻ വിറയലോടെ സത്യം വെളിപ്പെടുത്തിയത്. അരവിന്ദിൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് രാഘവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ കുടുംബത്തെയും എന്നെയും നാണം കെടുത്താനാണോ താൻ ഈ കല്യാണം വെച്ചത്? ഈ അപമാനം സഹിച്ചിട്ട് അരവിന്ദ് മംഗലശ്ശേരി ഇവിടെ നിന്ന് പടിയിറങ്ങില്ല. അരവിന്ദിൻ്റെ അമ്മ സാവിത്രിയമ്മ മുന്നോട്ട് വന്നു. അവരുടെ മുഖത്ത് കടുത്ത ഗൗരവമായിരുന്നു. രാഘവ, നിന്റെ മൂത്ത മകൾ ചതിച്ചു. പക്ഷേ ഈ മുഹൂർത്തം പാഴാക്കാൻ പാടില്ല. മംഗലശ്ശേരിയിലെ അരവിന്ദിൻ്റെ വധുവായി ഈ പന്തലിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങണം. നിന്റെ രണ്ടാമത്തെ മകൾ ഗീതാഞ്ജലി. അവളെ എൻ്റെ മകന് നൽകണം. ഗീത ഞെട്ടിപ്പോയി. അവൾക്ക് വെറും 18 വയസ്സ്. +2 കഴിഞ്ഞ് കോളേജിൽ ചേരാൻ നിൽക്കുന്ന അവൾ എങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കും? ഇല്ല, എനിക്ക് പറ്റില്ല, ഗീത നിലവിളിച്ചു. പക്ഷേ സാവിത്രിയമ്മ അവളുടെ അരികിലെത്തി. അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കാതിൽ പറഞ്ഞു. നിന്റെ ചേച്ചി വരുത്തിവെച്ച ചതിക്ക് നീ ജീവിതം നൽകണം. ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ ശവം ഈ പന്തലിൽ കാണേണ്ടി വരും. നിസ്സഹായയായ ഗീതയെ ബലം പ്രയോഗിച്ചെന്നോണം മണ്ഡപത്തിലേക്ക് ആനയിച്ചു. അരവിന്ദിൻ്റെ അരികിലിരിക്കുമ്പോൾ അവൻ്റെ ശ്വാസഗതി പോലും അവൾക്ക് ഭയം നൽകി. വരണമാല്യം അണിയിക്കുമ്പോൾ അരവിന്ദ് അവളുടെ കാതിൽ മന്ത്രിച്ചു. പകരക്കാരിയായി വരുന്ന നിനക്ക് ഈ മംഗലശ്ശേരി തറവാട് ഒരു നരകമായിരിക്കും ഗീതാഞ്ജലി. ഗീതയുടെ കണ്ണുനീർ താലിച്ചരടിൽ വീണു കുതിർന്നു. ഒരു പകരക്കാരിയായി തൻ്റെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ആ കറുത്ത കല്യാണ നാൾ അതായിരുന്നു. മംഗലശ്ശേരി തറവാടിൻ്റെ ഉമ്മറത്ത് നിലവിളക്കുമായി നിൽക്കുമ്പോൾ ഗീതാഞ്ജലിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ സ്വപ്നം കണ്ടിരുന്ന ജീവിതമല്ല ഇത്. കോളേജിലെ കൂട്ടുകാരുമൊത്തുള്ള ചിരിയും കളിയും പുസ്തകങ്ങളുമായി കഴിയേണ്ട പ്രായത്തിൽ അന്യനായ ഒരു പുരുഷൻ്റെ താലി തൻ്റെ കഴുത്തിൽ വീണിരിക്കുന്നു. അകത്തേക്ക് കയറൂ ഗീതാഞ്ജലി. വലതുകാൽ വെച്ച് തന്നെ കയറണം. നിന്റെ ചേച്ചി വരുത്തിവെച്ച ദോഷങ്ങളൊക്കെ ഈ പടിവാതിൽക്കൽ അവസാനിക്കട്ടെ. സാവിത്രിയമ്മയുടെ സ്വരത്തിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ കൽപ്പനയായിരുന്നു. ഗീത അകത്തേക്ക് കടന്നു. തറവാടിൻ്റെ ഓരോ തൂണും ചുവരും അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പന്തലിൽ വെച്ച് അരവിന്ദ് നൽകിയ ആ നോട്ടം അവളുടെ ഉള്ളിൽ ഭയമായി അവശേഷിക്കുന്നു. രാത്രി വൈകി അലങ്കരിച്ച കിടപ്പുമുറിയിൽ ഗീത തനിച്ചായിരുന്നു. ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം തെളിഞ്ഞു വന്നു. ചേച്ചി ചെയ്ത തെറ്റിന് താൻ എന്തിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്? പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഗീത ഞെട്ടിത്തിരിഞ്ഞു. മദ്യത്തിൻ്റെ നേർത്ത ഗന്ധവുമായി അരവിന്ദ് അകത്തേക്ക് വന്നു. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു പക തിളങ്ങുന്നുണ്ടായിരുന്നു. എന്താ, വലിയ നായകാഭാവത്തിലാണല്ലോ നിൽപ്പ്? അരവിന്ദ് പരിഹാസത്തോടെ ചോദിച്ചു. ഗീത മറുപടി പറഞ്ഞില്ല. അവൾ തലതാഴ്ത്തി നിന്നു. നിന്റെ ചേച്ചി എന്നെ ചതിച്ചു. ഈ നാട്ടുകാരുടെ മുന്നിൽ മംഗലശ്ശേരിയിലെ അരവിന്ദിനെ നാണം കെടുത്തി. അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ശിക്ഷ ഇനി നീ അനുഭവിച്ചാൽ മതി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അരവിന്ദേട്ടാ, എനിക്ക് ഇതിലൊന്നും പങ്കില്ല. ഞാൻ വെറൊരു ഗീത വിതുമ്പലോട് പറയാൻ ശ്രമിച്ചു. മിണ്ടരുത്, അരവിന്ദ് ഗർജിച്ചു. എൻ്റെ പേരിനൊപ്പം നിന്റെ പേര് ചേർക്കപ്പെട്ടത് നിന്റെ ഭാഗ്യമല്ല, നിന്റെ വിധിയാണ്.
പകരക്കാരിയായി വന്ന നിനക്ക് ഈ മുറിയിൽ വെറുമൊരു സ്ഥാനമേയുള്ളൂ. എൻ്റെ ദേഷ്യം തീർക്കാൻ ഒരാൾ, അത്രമാത്രം. അവൻ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. അവൻ്റെ കണ്ണുകളിലെ വന്യത കണ്ട് ഗീത ഭയന്നു പിന്നോട്ട് മാറി. നാളെ മുതൽ ഈ വീട്ടിലെ പണിക്കാരുടെ കൂടെ നീയും ഉണ്ടാകണം. അടുക്കളയിലും പറമ്പിലും പണിയെടുക്കണം. ഒരു മരുമകളുടെ ആഡംബരം നീ സ്വപ്നം കാണണ്ട. പഠിക്കാൻ പോകണം എന്നാണല്ലോ നിന്റെ മോഹം. അതേ പടിവാതിലിന് പുറത്ത് ഉപേക്ഷിക്കുക. അരവിന്ദ് കട്ടിലേക്ക് വീണു. ഗീത തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ജനലിലൂടെ വരുന്ന കാറ്റിന് പോലും അവളുടെ സങ്കടത്തിന് തണുപ്പായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത രാത്രിയായി അത് മാറി. പിറ്റേന്ന് പുലർച്ചെ തന്നെ സാവിത്രി അമ്മയുടെ ശബ്ദം കേട്ടാണ് ഗീത ഉണർന്നത്. എഴുന്നേൽക്ക് ഗീതാഞ്ജലി, മംഗലശ്ശേരിയിലെ മരുമക്കൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിച്ച് അടുക്കളയിലെത്തണം. ഇന്നു മുതൽ നിന്റെ പരീക്ഷണം തുടങ്ങുകയാണ്. ഗീത കണ്ണുനീർ തുടച്ച് എഴുന്നേറ്റു. വരാനിരിക്കുന്നത് വലിയൊരു പോരാട്ടമാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. പുലർച്ചെ 4 മണിക്ക് തന്നെ സാവിത്രി അമ്മയുടെ കടുപ്പത്തിലുള്ള വിളി കേട്ട് ഗീതാഞ്ജലി ഞെട്ടി ഉണർന്നു. തലേ ദിവസത്തെ കരച്ചിൽ കാരണം അവളുടെ കണ്ണുകൾ വീർത്തിരുന്നു. പട്ടുസാരിയുടെ ഭാരവും മനസ്സിൻ്റെ ആകുലതയും പേറി അവൾ അടുക്കളയിലേക്ക് നടന്നു. മംഗലശ്ശേരിയിലെ വിശാലമായ അടുക്കളയിൽ പഴയ കാലത്തെ കരിപിടിച്ച ചുവരുകൾ അവളെ സ്വാഗതം ചെയ്തു. അവിടെ നിൽക്കുന്ന വേലക്കാരി കാർത്തിയാനിയമ്മ പരിതാപത്തോടെ ഗീതയെ നോക്കി. ഇന്നു മുതൽ ഈ വീടിൻ്റെ ചായയും ഭക്ഷണവും ഗീതാഞ്ജലി ഉണ്ടാക്കണം. പണിക്കാരുണ്ടെന്ന് കരുതി മരുമകൾ വെറുതെ ഇരിക്കേണ്ട, സാവിത്രിയമ്മ അധികാരത്തോടെ പറഞ്ഞു. ഗീത വിറയ്ക്കുന്ന കൈകളോടെ അടുപ്പ് കത്തിക്കാൻ ശ്രമിച്ചു. വീട്ടിൽ അമ്മയുടെ ഓമനയായി വളർന്ന അവൾക്ക് ഇത്രയും വലിയ പാത്രങ്ങളിൽ പാചകം ചെയ്ത് ശീലമില്ലായിരുന്നു. പുക കണ്ണുകളിൽ അടിച്ചപ്പോൾ അവൾ അറിയാതെ ചുമച്ചു. പെട്ടെന്ന് പിന്നിലൊരു നിഴൽ കണ്ടു. ഗീത തിരിഞ്ഞു നോക്കി. അരവിന്ദ്. മുറ്റത്ത് നടക്കാനിറങ്ങിയതായിരുന്നു അവൻ. കയ്യിലൊരു കട്ടൻ ചായയുമായി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ഗീത ഒന്ന് പതറി. എന്താ, പുകയടിക്കുമ്പോൾ പഠിത്ത ഓർമ്മ വരുന്നുണ്ടോ? കോളേജിൽ പോയി പുസ്തകം നിവർത്തിയിരിക്കേണ്ട പ്രായത്തിൽ ഇവിടെ കരിയും പുകയും ഏൽക്കുന്നത് നിന്റെ വിധിയാണ് ഗീതാഞ്ജലി, അരവിന്ദ് പരിഹാസത്തോട് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. അവളുടെ മൗനം അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. നിന്റെ ഈ മൗനം കൊണ്ട് എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. നിന്റെ ചേച്ചി ചെയ്ത ചതിക്ക് ഓരോ നിമിഷവും നീ മറുപടി പറയണം. അവൻ ചായക്കൊപ്പം മേശപ്പുറത്ത് ആങ്ങി വെച്ചിട്ട് അവിടെ നിന്ന് പോയി. ഗീതയുടെ കണ്ണുനീർ അടുപ്പിലെ തീയിൽ വീണ് ആവിയായി. ഉച്ചഭക്ഷണത്തിന് ശേഷം ഗീത തൻ്റെ മുറിയിൽ പോയി പഴയ ബാഗ് തുറന്നു. അതിൽ അവളുടെ +2 സർട്ടിഫിക്കറ്റുകളും കോളേജ് അഡ്മിഷൻ ഫോമും ഉണ്ടായിരുന്നു. അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ കരഞ്ഞു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചോ? പെട്ടെന്ന് സാവിത്രിയമ്മ മുറിയിലേക്ക് ഇരച്ചു കയറി. ഗീതയുടെ കയ്യിലുള്ള അഡ്മിഷൻ ഫോം അവർ തട്ടിപ്പറിച്ചു. ഇതാണോ നിന്റെ പരിപാടി? മംഗലശ്ശേരിയിലെ മരുമക്കൾ വീടിന് പുറത്തിറങ്ങി പഠിക്കാൻ പോകുന്നത് ഈ തറവാടിന് ചേർന്നതല്ല. ഇതിനി നിനക്ക് ആവശ്യമില്ല. സാവിത്രിയമ്മ ആ പേപ്പറുകൾ കഷ്ണങ്ങളായി കീറി എറിഞ്ഞു. ഗീത തകർന്നുപോയി. അവളുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയായിരുന്നു ആ കടലാസ് കഷ്ണങ്ങൾ. നിലത്ത് വീണ് കിടക്കുന്ന ആ കഷ്ണങ്ങളിലേക്ക് നോക്കി അവൾ വിതുമ്പി. വൈകുന്നേരം അരവിന്ദ് തിരിച്ചെത്തിയപ്പോൾ ഗീത മുറ്റത്ത് പൂക്കൾ പറിക്കുകയായിരുന്നു. അവളുടെ വാടിയ മുഖം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ നീറ്റിലുണ്ടായെങ്കിലും അവനത് പുറത്തു കാട്ടിയില്ല. നാളെ എൻ്റെ ബിസിനസ് പാർട്ണർമാർ വീട്ടിൽ വരുന്നുണ്ട്. അഞ്ജലിയെ അവർക്കെല്ലാം അറിയാം. അവളുടെ അനിയത്തിയാണ് എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എനിക്ക് തലകുനിക്കേണ്ടി വരരുത്. നീ നല്ലൊരു അഭിനയം കാഴ്ചവെക്കണം, അരവിന്ദ് കടുപ്പത്തിൽ പറഞ്ഞു. ഗീത അവനെ നോക്കി. അരവിന്ദേട്ടാ, ഞാനൊരു പകരക്കാരിയാവാം, പക്ഷേ ഒരു അഭിനയക്കാരിയാവാൻ എനിക്ക് കഴിയില്ല. അവളുടെ ആ മറുപടി അരവിന്ദിനെ അത്ഭുതപ്പെടുത്തി. ആദ്യമായാണ് അവൾ അവനെ എതിർത്ത് സംസാരിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ ഭയത്തിന് പകരം ഒരു തരം നിശ്ചയദാർഢ്യം അവൻ കണ്ടു. ഗീതാഞ്ജലിയുടെ മറുപടി കേട്ട് അരവിന്ദ് ഒരു നിമിഷം സ്തംഭിച്ചു പോയി. താൻ ഇത്രയേറെ അപമാനിച്ചിട്ടും ഭയപ്പെടുത്തിയിട്ടും അവൾ ഇത്രയും തൻ്റെ ഇടത്തോടെ സംസാരിക്കുമെന്ന് അവൻ കരുതിയില്ല. അഭിനയിക്കാൻ കഴിയില്ലെന്നോ? നീ ഇവിടെ വന്നത് തന്നെ നിന്റെ കുടുംബത്തിൻ്റെ മാനം കാക്കാനുള്ള അഭിനയത്തിൻ്റെ ഭാഗമായിട്ടല്ലേ? അരവിന്ദ് അവളുടെ അരികിലേക്ക് ആഞ്ഞു നടന്നു. ഗീതയുടെ കണ്ണുകൾ തിളങ്ങി. അമ്മയുടെയും അച്ഛൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ താല കഴുത്തിൽ ഏറ്റുവാങ്ങിയത്. അത് ചതിയുടെയോ അഭിനയത്തിൻ്റെയോ ഭാഗമല്ല, എൻ്റെ വിധിയാണ്. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷവതിയായ ഭാര്യയായി അഭിനയിക്കാൻ എനിക്ക് കഴിയില്ല. അരവിന്ദ് ഒന്നും മിണ്ടാതെ അവളെ തുറച്ചു നോക്കി. അവിടെ നിന്ന് പോയി. രാത്രി മുഴുവൻ ഗീത നിലത്തിരുന്ന് സാവിത്രിയമ്മ കീറിക്കളഞ്ഞ തൻ്റെ അഡ്മിഷൻ ഫോമുകൾ ഒട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഓരോ കഷ്ണവും ചേർത്ത് വെക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പഠിക്കണമെന്ന മോഹം കണ്ണിലായി എരിഞ്ഞു. പിറ്റേന്ന് രാവിലെ മുതൽ മംഗലശ്ശേരി തറവാട് തിരക്കിലായി. അരവിന്ദിൻ്റെ ബിസിനസ് സുഹൃത്തുക്കളും ഈ നാട്ടിലെ പ്രമുഖരും എത്തുന്നുണ്ട്. സാവിത്രിയമ്മ ഗീതയ്ക്ക് വിലപിടിപ്പുള്ള ഒരു കാഞ്ചീപുരം സാരി നൽകി. ഇതെടുത്ത് ഒരുങ്ങി താഴേക്ക് വരണം. മംഗലശ്ശേരിയിലെ മരുമകൾ വെറുമൊരു പെണ്ണല്ലെന്ന് അവർക്ക് മനസ്സിലാകണം.
അഞ്ജലി പോയത് ആരും ചർച്ച ചെയ്യരുത്. സാവിത്രിയമ്മ താക്കീത് നൽകി. ഗീത ആ സാരി എടുത്ത് മുടിയിൽ മുല്ലപ്പൂ ചൂടി താഴേക്ക് ഇറങ്ങി വന്നു. അവളുടെ സൗന്ദര്യം കണ്ട് വന്നവർക്കെല്ലാം അത്ഭുതമായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിലെ വിഷാദം ആരും കണ്ടില്ല. സൽക്കാരത്തിനിടയിൽ അരവിന്ദിൻ്റെ ബിസിനസ് പങ്കാളിയായ രാഹുൽ ചോദിച്ചു, അരവിന്ദ്, നിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് അഞ്ജലിയുമായിട്ടായിരുന്നില്ലേ? പെട്ടെന്ന് എങ്ങനെയായി ഈ മാറ്റം? അരവിന്ദ് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ഗീത മുന്നോട്ട് വന്നു. ചേച്ചിക്ക് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടി വന്നു. കുടുംബത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാനാണ് അരവിന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. അവളുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംസാരം അരവിന്ദിനെ അത്ഭുതപ്പെടുത്തി. അവൾ തന്നെ രക്ഷിക്കാനാണോ അതോ പരിഹസിക്കുകയാണോ എന്നവന് മനസ്സിലായില്ല. സൽക്കാരം കഴിഞ്ഞ് രാത്രിയിൽ മുറിയിലെത്തി അരവിന്ദ് ഗീതയോട് ചോദിച്ചു, നീ എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞത്? നിനക്ക് എന്നെ നാണം കെടുത്താമായിരുന്നില്ലേ? ഗീത ശാന്തമായി പറഞ്ഞു, നിങ്ങളെ നാണം കെടുത്തുന്നത് എൻ്റെ അച്ഛനെ കൂടി നാണം കെടുത്തുന്നതിന് തുല്യമാണ്. എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല അരവിന്ദേട്ടാ, സങ്കടം മാത്രമേ ഉള്ളൂ. അരവിന്ദ് ജനലരികിൽ പോയി നിന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആദ്യമായി അവൻ്റെ ഉള്ളിൽ ഗീതയോട് ഒരു ചെറിയ ബഹുമാനം തോന്നി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അഞ്ജലിയുടെ ചതി അവൻ്റെ ഓർമ്മയിൽ വന്നു. പെട്ടെന്ന് താഴെ നിന്ന് ഒരു വലിയ ബഹളം കേട്ടു. ആരോ ഉമ്മറത്ത് വന്ന് നിലവിളിക്കുന്നു. ഗീതയും അരവിന്ദും താഴേക്കോടി. വാതിൽക്കൽ നിൽക്കുന്നത് ഗീതയുടെ അച്ഛൻ രാഘവനായിരുന്നു. അദ്ദേഹം തളർന്നു വീഴാൻ തുടങ്ങുകയായിരുന്നു. അരവിന്ദ്, ഗീതു, അഞ്ജലി, അവൾ... വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ രാഘവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. മംഗലശ്ശേരി തറവാട്ടിൽ വീണ്ടും ഒരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുകയായിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന അച്ഛനെ കണ്ടതും ഗീതാഞ്ജലി നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. അച്ഛാ, അച്ഛാ, കണ്ണുറക്കൂ! അവളുടെ വിളി മംഗലശ്ശേരി തറവാടിൻ്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അരവിന്ദ് പെട്ടെന്ന് തന്നെ രാഘവനെ താങ്ങിയെടുത്ത് സോഫയിൽ കിടത്തി. സാവിത്രിയമ്മ അല്പം നീരസത്തോടെയാണെങ്കിലും വെള്ളവുമായി അങ്ങോട്ടേക്ക് വന്നു. മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ രാഘവൻ സാവധാനം കണ്ണു തുറന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയവും സങ്കടവും നിറഞ്ഞു നിന്നിരുന്നു. രാഘവ, എന്തുപറ്റി? ഈ പാതിരാത്രിയിൽ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? സാവിത്രിയമ്മ കടുപ്പത്തിൽ ചോദിച്ചു. രാഘവൻ വിറയ്ക്കുന്ന കൈകളോടെ ഒരു കവർ അരവിന്ദിൻ്റെ നേരെ നീട്ടി. അരവിന്ദ്, അഞ്ജലി, അവൾ കടൽ ചാടിയെന്ന് പോലീസ് പറയുന്നു. അവളുടെ വസ്ത്രങ്ങളും ബാഗും കടൽ തീരത്ത് നിന്ന് കിട്ടി. പക്ഷേ... അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഗീത തകർന്നുപോയി. തന്നെയും കുടുംബത്തെയും ഈ അവസ്ഥയിലാക്കിയെങ്കിലും സ്വന്തം ചേച്ചി മരിച്ചു എന്ന വാർത്ത അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ചേച്ചി! അവൾ അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കരഞ്ഞു. അരവിന്ദ് ആ കവർ തുറന്നു നോക്കി. അതിൽ അഞ്ജലി എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പായിരുന്നു. എന്നെ സ്നേഹിച്ചവൻ എന്നെ ചതിച്ചു. എനിക്കിനി ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയില്ല. അരവിന്ദിനോടും ഗീതുവിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അരവിന്ദിൻ്റെ ഉള്ളിൽ പകയും സങ്കടവും ഒരുപോലെ ഇരമ്പിക്കയറി. അവൻ ആ കത്ത് ദേഷ്യത്തോടെ ചുരുട്ടിക്കൂട്ടി. ഇതൊരു നാടകമാണ്. അവൾ എന്നെ നാണം കെടുത്തി. ഇപ്പം മരിച്ചെന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അരവിന്ദേട്ടാ, മരിച്ച ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയരുത്, ഗീത വിതുമ്പലോട് പറഞ്ഞു. നീ മിണ്ടരുത് ഗീതാഞ്ജലി, അരവിന്ദ് ഗർജിച്ചു. നിന്റെ കുടുംബം മുഴുവൻ എന്നെ ചതിക്കുകയാണ്. അവൾ മരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടില്ല. ഈ ശവ തീരെ തടിഞ്ഞാൽ പോലും മംഗലശ്ശേരിയിൽ ആരും അങ്ങോട്ടേക്ക് വരില്ല. രാഘവൻ കൈകൂപ്പി അപേക്ഷിച്ചു. അരവിന്ദ്, എൻ്റെ മോളെ ഒന്ന് കണ്ടെത്താൻ സഹായിക്കണം. അവൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയണം. പക്ഷേ അരവിന്ദ് കടുപ്പത്തിൽ മുഖം തിരിച്ചു. സാവിത്രിയമ്മ രാഘവനെ നോക്കി പറഞ്ഞു. രാഘവ, നീ ഇപ്പോൾ പൊയ്ക്കോ. നാളെ നേരം വെളുക്കുമ്പോൾ നോക്കാം. ഗീതാഞ്ജലി ഇവിടെ നിൽക്കട്ടെ. അവളിപ്പോൾ മംഗലശ്ശേരിയിലെ മരുമകളാണ്. അച്ഛൻ തിരിച്ചു പോകുമ്പോൾ ഗീതയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാവിത്രിയമ്മയുടെ കടുത്ത നോട്ടം അവളെ തടഞ്ഞു. രാത്രി മുറിയിലെത്തിയപ്പോൾ അരവിന്ദ് കട്ടിലിരിക്കുകയായിരുന്നു. അവൻ്റെ മുഖം ഇരുണ്ടിരുന്നു. ഗീത ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. നിനക്ക് സന്തോഷമായല്ലോ. നിന്റെ ചേച്ചി പോയി. ഇനി നീയാണ് ഈ വീട്ടിലെ ഏക രാജ്ഞിയെന്ന് കരുതുന്നുണ്ടോ? അരവിന്ദ് പരിഹാസത്തോടെ ചോദിച്ചു. ഗീത അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു, പകരം കത്തൊന്ന് ദേഷ്യമായിരുന്നു. അരവിന്ദേട്ടാ, നിങ്ങളൊരു കല്ലാണ്. സ്വന്തം ഭാര്യയാകേണ്ടിയിരുന്ന ഒരാൾ മരിച്ചു എന്ന് കേട്ടിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഠ്യത്വവും മാനവും മാത്രമാണ് വലുത്. എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നു. അരവിന്ദ് ഞെട്ടിപ്പോയി. ആ പാവം പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനെയൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ആഞ്ഞു വന്നു. പക്ഷേ ഗീത പിന്മാറിയില്ല. അഞ്ജലി ചേച്ചി ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷേ അവൾ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയില്ല. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ വെറുമൊരു അടിമയായിരിക്കില്ല. എൻ്റെ അച്ഛൻ്റെയും എൻ്റെയും അഭിമാനം കാക്കാൻ ഞാൻ പോരാടും. മംഗലശ്ശേരിയിലെ ആ രാത്രി അശാന്തമായിരുന്നു. അഞ്ജലിയുടെ തിരോധാനം ഒരു വലിയ രഹസ്യമായി അവശേഷിക്കുമ്പോൾ അരവിന്ദിൻ്റെയും ഗീതയുടെയും ഇടയിൽ പുതിയൊരു യുദ്ധം തുടങ്ങുകയായിരുന്നു.
അരവിന്ദിൻ്റെ കണ്ണുകളിൽ അഗ്നിജ്വാലകൾ പടർന്നു. ഗീതാഞ്ജലിയുടെ വാക്കുകൾ അവൻ്റെ അഹങ്കാരത്തിന് ഏറ്റ വലിയ പ്രഹരമായിരുന്നു. ഇത്രയും കാലം തന്നെ ഭയന്ന് കഴിഞ്ഞിരുന്ന ആ പെൺകുട്ടിക്ക് പെട്ടെന്നുണ്ടായ ഈ മാറ്റം അവനെ അസ്വസ്ഥനാക്കി. നിനക്കെന്നോട് പുച്ഛമാണല്ലേ? അരവിന്ദ് അവളുടെ താടിക്ക് പിടിച്ചുയർത്തി. മംഗലശ്ശേരിയിലെ അരവിന്ദിനെ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഗീത അവൻ്റെ കൈ തട്ടിമാറ്റി. ധൈര്യം എനിക്ക് തന്നത് എൻ്റെ ചേച്ചിയുടെ മരണവാർത്തയാണ്. ചതിക്കപ്പെട്ടവളാണെങ്കിലും അവൾ എൻ്റെ രക്തമാണ്. അവളുടെ വേദന എനിക്ക് മനസ്സിലാകും. നിങ്ങൾ വെറുമൊരു കല്ലാണ് അരവിന്ദേട്ടാ. സ്നേഹിക്കാൻ അറിയാത്ത, സ്വന്തം മാനം മാത്രം നോക്കുന്ന വെറുമൊരു ശില. അരവിന്ദ് ദേഷ്യത്തോടെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. രാത്രി മുഴുവൻ അവൻ വരാന്തയിൽ ഉലാത്തി. ഗീതയുടെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ മംഗലശ്ശേരി തറവാടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. സാവിത്രിയമ്മ പരിഭ്രമത്തോടെ ഉമ്മറത്തേക്ക് വന്നു. അരവിന്ദ് ഗീതയും താഴേക്ക് ഓടിയിറങ്ങി. അരവിന്ദ് സാർ, അഞ്ജലിയുടെ കാര്യത്തിൽ ഒരു പുതിയ വിവരം കിട്ടിയിട്ടുണ്ട്, എസ് ഐ പറഞ്ഞു. ഗീതയുടെ നെഞ്ചിടിപ്പ് കൂടി. എൻ്റെ ചേച്ചി ജീവനോടെ ഉണ്ടോ? അവൾ ആകുലതയോടെ ചോദിച്ചു. അഞ്ജലിയുടെ ബാഗും വസ്ത്രങ്ങളും കിട്ടിയ സ്ഥലത്ത് നിന്ന് അല്പം മാറി ഒരു CCTV ദൃശ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു കറുത്ത കാറിൽ ആരോ അവളെ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടു പോകുന്നത് അതിലുണ്ട്. അത് ആത്മഹത്യയല്ല, തട്ടിക്കൊണ്ടു പോകലാണ് സാധ്യത, SI വെളിപ്പെടുത്തി. വാർത്ത കേട്ടതും ഗീതയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. ചേച്ചി മരിച്ചിട്ടില്ല. പക്ഷേ അവളെ ആര് കൊണ്ടുപോയി? സാവിത്രിയമ്മയുടെ മുഖം വിളറി. ഇതൊക്കെ ആ പെണ്ണിൻ്റെ നാടകമായിരിക്കും. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അവൾ തന്നെ ആരെയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാകും. അമ്മേ! ഗീത ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു. ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. അവളെ ആരോ അപകടത്തിൽപ്പെടുത്തിയതാണ്. അരവിന്ദ് മൗനത്തിലായിരുന്നു. അവൻ്റെ മനസ്സ് ഒരു വലിയ കുഴപ്പത്തിലായി. അഞ്ജലിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അതിന് പിന്നിൽ ആരായിരിക്കും? അവളുടെ കാമുകൻ എന്ന് പറയപ്പെടുന്നവൻ തന്നെയാണോ? പോലീസ് പോയതിനു ശേഷം അരവിന്ദ് തൻ്റെ പഴയ ഡയറി എടുത്തു നോക്കി. അതിൽ അഞ്ജലിയുടെ കാമുകനെന്ന് സംശയിക്കുന്ന ഒരാളുടെ പേരും നമ്പറും അവൻ കുറിച്ചു വെച്ചിരുന്നു. അഞ്ജലിയുടെ തിരോധാനം തൻ്റെ കുടുംബത്തിൻ്റെ മാനം വീണ്ടും ചർച്ചാ വിഷയമാകുമെന്ന് അവൻ ഭയന്നു. പെട്ടെന്ന് തറവാടിൻ്റെ പടിവാതിൽക്കൽ ഒരു ടാക്സി വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്ന ആളെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അത് അഞ്ജലിയായിരുന്നില്ല, അത് അരവിന്ദിൻ്റെ അനിയൻ അഭിനവായിരുന്നു. വിദേശത്ത് പഠിക്കുകയായിരുന്ന അഭിനവ് ആരോടും പറയാതെയാണ് എത്തിയത്. അഭിനവ്, നീ എങ്ങനെ ഇവിടെ? സാവിത്രിയമ്മ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അഭിനവിൻ്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമായിരുന്നു. അവൻ ഗീതാഞ്ജലിയെ നോക്കി ഒരു ഗൂഢമായി ചിരിച്ചിരിച്ചു. വീട്ടിലൊരു കല്യാണം നടന്നിട്ട് എന്നെ ആരും അറിയിച്ചില്ലല്ലോ അമ്മേ. എൻ്റെ ചേട്ടൻ്റെ പകരക്കാരിയെ ഭാര്യയെ കാണാൻ വന്നതാണ് ഞാൻ. അഭിനവിൻ്റെ നോട്ടം ഗീതയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു വില്ലത്തരമുണ്ടായിരുന്നു. മംഗലശ്ശേരി തറവാട്ടിലേക്ക് മറ്റൊരു പ്രശ്നം കൂടി കടന്നു വരികയാണെന്ന് ഗീതയ്ക്ക് മനസ്സിലായി. അഭിനവിൻ്റെ വരവ് മംഗലശ്ശേരി തറവാട്ടിലെ അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിച്ചു. അരവിന്ദിൻ്റെ ഗൗരവത്തിന് വിപരീതമായി എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് അഭിനവ്. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഗീതാഞ്ജലിക്ക് തോന്നി. എന്താ ഏട്ടത്തി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ വിദേശത്തായിരുന്നെങ്കിലും നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അഭിനവ് ഗീതയുടെ അരിയിലേക്ക് നടന്നു വന്നു. ഗീത ഒന്ന് പതറി. അഭിനവ് എപ്പോഴാണ് വന്നത്? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ എൻ്റെ ഏട്ടൻ്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാനും കരുതിയില്ല. അതും അഞ്ജലി ചേച്ചിക്ക് പകരം ഗീതു. അവൻ ആ പേര് വിളിച്ചപ്പോൾ ഗീതയ്ക്ക് വല്ലാത്തൊരു അസ്വാഭാവികത തോന്നി. അരവിന്ദ് അങ്ങോട്ടേക്ക് വന്നു. അഭിനവ്, നീ വന്നത് നന്നായി. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നീ നിൻ്റെ മുറിയിൽ പോയി വിശ്രമിക്ക്. അഭിനവ് പോയതിന് ശേഷം അരവിന്ദ് ഗീതയെ തുറച്ചു നോക്കി. അവനോട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട. അവൻ വിചാരിക്കുന്നത് പോലെയല്ല. അരവിന്ദിൻ്റെ വാക്കുകളിലെ മുന്നറിയിപ്പ് ഗീതയെ ചിന്തിപ്പിച്ചു. വൈകുന്നേരം അടുക്കളയിൽ കാർത്യായനി അമ്മയോട് സംസാരിക്കുമ്പോഴാണ് ഗീത ഒരു കാര്യം അറിഞ്ഞത്. അഭിനവും അഞ്ജലിയും പണ്ട് ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്. അവർ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായിരുന്നു. രാത്രിയിൽ ഗീത തൻ്റെ മുറിയിലിരിക്കുമ്പോൾ വാതിലിൽ ഒരു തട്ട് കേട്ടു. തുറന്നു നോക്കിയപ്പോൾ അഭിനവാണ്. അവൻ്റെ കയ്യിൽ അഞ്ജലിയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് നോക്കൂ ഏട്ടത്തി, അഞ്ജലി ചേച്ചി ഒരിക്കലും ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയില്ല. അവൾക്ക് ആരോടോ വലിയ പേടിയുണ്ടായിരുന്നു. അഭിനവ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഗീത ഞെട്ടിപ്പോയി. അഭിനവിന് എങ്ങനെ അറിയാം? ചേച്ചി ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല, പക്ഷേ അവളുടെ കണ്ണുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഏട്ടത്തി സൂക്ഷിക്കണം. ഈ വീട്ടിൽ കാണുന്നതല്ല സത്യം. ഏട്ടൻ പോലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കില്ല. അഭിനവ് ഒരു ഗൂഢമായ ചിരിയോടെ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഗീതയുടെ മനസ്സ് ആകെ കുഴപ്പത്തിലായി. അരവിന്ദേട്ടനെ വിശ്വസിക്കണമോ അതോ അഭിനവിനെയോ? അരവിന്ദേട്ടൻ ദേഷ്യക്കാരനാണെങ്കിലും മനസ്സിൽ കള്ളമില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു.
എന്നാൽ അഭിനവിൻ്റെ വാക്കുകൾ അരവിന്ദിനെതിരെ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. അന്ന് രാത്രി അരവിന്ദ് മുറിയിലേക്ക് വന്നപ്പോൾ ഗീത അവനെ നിരീക്ഷിച്ചു. അവൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആരോട് ഫോണിൽ രഹസ്യമായി സംസാരിക്കുന്നത് ഗീത കേട്ടു. അവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ? പോലീസ് അവിടെ എത്തരുത്. മംഗലശ്ശേരിയുടെ പേര് ചീത്തയാക്കരുത്. അരവിന്ദ് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഗീതയുടെ ഹൃദയം നിലച്ചുപോയി. അപ്പോൾ അഞ്ജലി ചേച്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അരവിന്ദേട്ടൻ തന്നെയാണോ? ചേച്ചി മരിച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? അതോ ചേച്ചി ഉപദ്രവിക്കാനോ? അരവിന്ദ് തിരിഞ്ഞപ്പോൾ ഗീത അവിടെ നിൽക്കുന്നത് കണ്ട് അവൻ്റെ മുഖം വിളറി. നീ എന്താ അവിടെ? അരവിന്ദേട്ടാ, നിങ്ങൾ ആരോടാ സംസാരിച്ചത്? എൻ്റെ ചേച്ചി എവിടുണ്ട്? ഗീത വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. മംഗലശ്ശേരി തറവാട്ടിൽ രഹസ്യങ്ങളുടെ ചുരുൾ ഓരോന്നായി അഴിയാൻ തുടങ്ങുകയായിരുന്നു. അരവിന്ദിൻ്റെ ഫോൺ സംഭാഷണം കേട്ട ഗീതാഞ്ജലി തകർന്നുപോയി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് താൻ കരുതിയ പോലെ വെറുമൊരു ദേഷ്യക്കാരനല്ല, മറിച്ച് തൻ്റെ ചേച്ചിയെ അപായപ്പെടുത്തിയ ഒരു കുറ്റവാളിയാണോ എന്ന സംശയം അവളെ ഭയപ്പെടുത്തി. അരവിന്ദേട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ ചേച്ചി എവിടെ? നിങ്ങൾ ആരോടാണ് ഫോണിൽ സംസാരിച്ചത്? ഗീതയുടെ ശബ്ദം ഇടറി. അരവിന്ദ് ഒരു നിമിഷം പതറിയെങ്കിലും പെട്ടെന്ന് തൻ്റെ ഭാവം മാറ്റി. അവൻ അവളുടെ അടുത്തേക്ക് ആഞ്ഞു വന്നു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടണ്ട എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എൻ്റെ ബിസിനസ് കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. ബിസിനസ് കാര്യങ്ങളിൽ എന്തിനാണ് പോലീസിനെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഒരാളെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്? ഗീത വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഗീതാഞ്ജലി, മംഗലശ്ശേരിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. നീ വെറുമൊരു പകരക്കാരിയാണെന്ന് മറക്കണ്ട. നിന്റെ പരിധിയിൽ നിന്നാ നിനക്ക് നല്ലത്. അരവിന്ദ് ദേഷ്യത്തോടെ വാതിൽ അടച്ച് പുറത്തേക്ക് പോയി. ഗീത കട്ടിലിൽ തളർന്നിരുന്നു. അരവിന്ദേട്ടൻ ഇത്രയും ക്രൂരനാണോ? പക്ഷേ അഭിനവ് പറഞ്ഞതും ശരിയായിരിക്കാം. ഈ വീട്ടിൽ കാണുന്നതല്ല സത്യം. പിറ്റേന്ന് രാവിലെ തറവാടിൻ്റെ പുറകിലെ പഴയ പത്തായിപ്പുരയുടെ ഭാഗത്തു നിന്ന് ആരോ കരയുന്ന ശബ്ദം ഗീത കേട്ടു. അവൾ ആരും കാണാതെ അങ്ങോട്ടേക്ക് നടന്നു. പത്തായിപ്പുരയുടെ വാതിൽ പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അവിടെ കാവൽ നിൽക്കുന്ന രാമുവിനെ കണ്ടപ്പോൾ ഗീത ഞെട്ടി. അരവിന്ദിൻ്റെ ഏറ്റവും വിശ്വസ്തനായ വേലക്കാരനാണ് രാമു. രാമു, ഇവിടെ ആരാ ഉള്ളത്? ഉള്ളിൽ നിന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടല്ലോ, ഗീത ചോദിച്ചു. രാമു പരിങ്ങി. അതൊന്നുമില്ല കൊച്ചമ്മേ, പഴയ പൂച്ചക്കുട്ടികൾ വല്ലതും ആയിരിക്കും. സാറെന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗീതയ്ക്ക് സംശയം കൂടി. അവൾ അവിടെ നിന്ന് മാറിയെന്ന് വരുത്തി തീർത്ത് ദൂരെ മാറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അരവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. അവൻ രാമുവിൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി പത്തായിപ്പുര തുറന്ന് അകത്തേക്ക് കയറി. ഗീതയുടെ ഹൃദയം പടപടാ ഇടിച്ചു. അവൾ മെല്ലെ ജനാലയ്ക്കിൽ ചെന്ന് നോക്കി. ഉള്ളിലെ കാഴ്ച കണ്ട് അവൾ വായ പൊത്തിപ്പിടിച്ചു. അവിടെ ഒരു കട്ടിലിൽ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ അഞ്ജലി കിടക്കുന്നു. അവൾ തളർന്നു പോയിരുന്നു. അരവിന്ദ് അവളുടെ അരികിലിരുന്ന് എന്തോ ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. നീ സത്യം പറയുന്നതുവരെ നിനക്ക് ഇവിടുന്ന് മോചനമില്ല അഞ്ജലി. മംഗലശ്ശേരിയുടെ പണം മോഷ്ടിക്കാൻ നിന്നെ സഹായിച്ചത് ആരാണ്? അരവിന്ദിൻ്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. പണം മോഷ്ടിച്ചെന്നോ? അഞ്ജലി ചേച്ചി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഗീതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് പിറകിൽ നിന്ന് ഒരു കൈ അവളുടെ തോളിൽ അമർന്നു. ഗീത ഞെട്ടിത്തിരിഞ്ഞു. അത് അഭിനവായിരുന്നു. കണ്ടില്ലേ ഏട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏട്ടൻ ഒരു രാക്ഷസനാണെന്ന്. നമുക്ക് പോലീസിനെ വിളിക്കണം, അഭിനവ് രഹസ്യമായി പറഞ്ഞു. ഗീത കുഴപ്പത്തിലായി. അരവിന്ദേട്ടൻ ചേച്ചിയെ തടവിലാക്കിയിരിക്കുന്നത് സത്യമാണ്. പക്ഷേ അഞ്ജലി ചേച്ചി എന്തിനാണ് പണം മോഷ്ടിച്ചത്? അഭിനവിനെ വിശ്വസിച്ച് പോലീസിനെ വിളിക്കണോ? അതോ അരവിന്ദേട്ടനോട് നേരിട്ട് ചോദിക്കണോ? ഗീത ഒരു തീരുമാനമെടുത്തു. അവൾ നേരെ പത്തായിപ്പുരയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അരവിന്ദേട്ടാ! അരവിന്ദും അഞ്ജലിയും ഒരുപോലെ ഞെട്ടി അവളെ നോക്കി. ഗീതയുടെ കണ്ണുകളിൽ നിന്ന് കനൽ ചിതറുന്നുണ്ടായിരുന്നു. പത്തായിപ്പുരയുടെ ആ ഇരുണ്ട മുറിയിൽ ഗീതാഞ്ജലി പെട്ടെന്ന് കയറി വന്നപ്പോൾ അരവിന്ദ് സ്തംഭിച്ചു പോയി. കട്ടിലിൽ അവശയായി കിടക്കുന്ന അഞ്ജലിയെ കണ്ട് ഗീതയുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ അണകൊട്ടി. ഗീതു! അഞ്ജലി വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. അവളുടെ കണ്ണുകൾ അപേക്ഷയോടെ ഗീതയെ നോക്കി. അരവിന്ദേട്ടാ, ഇതാണോ നിങ്ങളുടെ നീതി? സ്വന്തം ഭാര്യയാകേണ്ടവളെ ഇങ്ങനെ ഒരു തടവറയിലിടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങളൊരു മനുഷ്യരാണോ? ഗീത കരഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അരവിന്ദ് പരുങ്ങലിലായില്ല. പകരം അവൻ്റെ മുഖം കൂടുതൽ കടുത്തു. ഗീതാഞ്ജലി, നീ വിചാരിക്കുന്നതല്ല സത്യം. പുറത്തേക്കിറങ്ങൂ, ഞാൻ നിന്നോടെല്ലാം പറയാം. ഇല്ല, എനിക്കൊന്നും കേൾക്കണ്ട. പോലീസിനെ അറിയിക്കാൻ ഞാൻ പോവേണ്. എൻ്റെ ചേച്ചിയെ നിങ്ങൾ പീഡിപ്പിക്കുകയാണ്. അരവിന്ദ് ഗീതയുടെ കയ്യിൽ ബലമായി പിടിച്ചു. പോലീസിനെ വിളിച്ചാൽ നിൻ്റെ ചേച്ചിയായിരിക്കും ആദ്യ അഴിക്കുള്ളിൽ പോകുന്നത്.
മംഗലശ്ശേരി ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 5 കോടി രൂപയാണ് നിന്റെ ഈ ചേച്ചി വെട്ടിച്ചത്. ആ പണം എവിടെയെന്ന് പറയാതെ ഇവളെ വിടാൻ എനിക്ക് കഴിയില്ല. ഗീത ഞെട്ടിപ്പോയി. അവൾ അഞ്ജലിയെ നോക്കി. അഞ്ജലി തല താഴ്ത്തി കരയുകയായിരുന്നു. അല്ല ഗീതു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ നിർബന്ധിച്ചതാണ്. അഞ്ജലി വിതുമ്പി. ആരാണ് നിന്നെ നിർബന്ധിച്ചത്? പറ അഞ്ജലി, അരവിന്ദ് ഗർജിച്ചു. പെട്ടെന്ന് പിറകിൽ നിന്ന് ഒരു ചിരി കേട്ടു. അഭിനവ് വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് ആ പഴയ നിഷ്കളങ്കമായ ചിരിയില്ലായിരുന്നു. പറയൂ അഞ്ജലി ചേച്ചി, ആരാണ് നിങ്ങളെ സഹായിച്ചതെന്ന് ഏട്ടനോട് പറയൂ, അഭിനവ് പരിഹാസത്തോടെ പറഞ്ഞു. അഞ്ജലിയുടെ ശരീരം വിറച്ചു. അവൾ അഭിനവിനെ നോക്കി ഭയത്തോടെ കണ്ണുകൾ പിൻവലിച്ചു. ഗീതയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അഞ്ജലി ചേച്ചി അരവിന്ദിനെയല്ല, അഭിനവിനെയാണ് ഭയപ്പെടുന്നത്. അഭിനവ്, നീ എന്തിനാ അങ്ങോട്ട് വന്നത്? അരവിന്ദ് ചോദിച്ചു. ഞാൻ ഏട്ടനെ സഹായിക്കാൻ വന്നതാ. ഏട്ടത്തി പറഞ്ഞതുപോലെ പോലീസിനെ വിളിച്ചാലോ? അപ്പോൾ സത്യം പുറത്തു വരുമല്ലോ. അഭിനവ് തൻ്റെ ഫോൺ കയ്യിലെടുത്തു. വേണ്ട, അഞ്ജലി നിലവിളിച്ചു. പോലീസ് വേണ്ട, എല്ലാം പറയാം. പക്ഷേ പെട്ടെന്ന് തറവാട്ടിൽ നിന്ന് സാവിത്രി അമ്മയുടെ അലർച്ച കേട്ടു. അരവിന്ദ്, അഭിനവ്, വേഗം ഇങ്ങോട്ട് വരൂ, വീടിന് മുന്നിൽ ആൾക്കാർ കൂടുന്നു. അഞ്ജലിയുടെ തിരോധാനം നാട്ടുകാർ അറിഞ്ഞിരിക്കുന്നു. ആരോ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഗീത സംശയത്തോടെ അഭിനവിനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു വിജയച്ചിരി ഉണ്ടായിരുന്നു. ഗീതയ്ക്ക് മനസ്സിലായി, അരവിന്ദേട്ടൻ ചേച്ചിയെ തടവിലാക്കിയത് ശിക്ഷിക്കാനല്ല, മറിച്ച് വലിയൊരു ചതിയിൽ നിന്ന് അവളെയും കുടുംബത്തെയും രക്ഷിക്കാനായിരുന്നു. പക്ഷേ അത് പുറലോകം അറിയുന്നത് മറ്റൊരാൾ ആഗ്രഹിക്കുന്നുണ്ട്. അരവിന്ദേട്ടാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പത്തായിപ്പുരയിൽ നിന്ന് ചേച്ചിയെ മാറ്റണം, ഗീത പറഞ്ഞു. അരവിന്ദ് ഗീതയെ അത്ഭുതത്തോടെ നോക്കി. ആദ്യമായി അവളുടെ കണ്ണുകളിൽ തനിക്ക് വേണ്ടിയുള്ള വിശ്വാസം അവൻ കണ്ടു. മംഗലശ്ശേരി തറവാടിൻ്റെ ഉമ്മറത്ത് നാട്ടുകാരും പോലീസും തടിച്ചുകൂടിയിരിക്കുന്നു. അഞ്ജലിയെ അരവിന്ദ് അപായപ്പെടുത്തി എന്നാരോപിച്ച് അജ്ഞാത സന്ദേശമാണ് ഈ ബഹളത്തിന് കാരണം. പത്തായപ്പുരയ്ക്കുള്ളിൽ ഗീതാഞ്ജലി പെട്ടെന്നൊരു തീരുമാനമെടുത്തു. അരവിന്ദേട്ടാ, ചേച്ചി എവിടെ? കണ്ടാൽ നിങ്ങളെ അവർ അറസ്റ്റ് ചെയ്യും. പണം മോഷ്ടിച്ച കാര്യം പുറത്തിറങ്ങിയ അച്ഛനത് താങ്ങില്ല. നമുക്ക് ചേച്ചിയെ പിൻവാതിലൂടെ മാറ്റണം. അരവിന്ദ് ആദ്യമായി ഗീതയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഗീതു? ഉണ്ട്. ചേച്ചിയുടെ കണ്ണുകളിലെ ഭയം നിങ്ങളോടല്ലെന്ന് എനിക്ക് മനസ്സിലായി, ഗീത ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അരവിന്ദ് രാമുവിനോട് ആംഗ്യം കാണിച്ചു. അവർ അഞ്ജലിയെ താങ്ങിപ്പിടിച്ച് പത്തായപ്പുരയുടെ പിൻവശത്തുള്ള കാട് പിടിച്ച വഴിയിലൂടെ തറവാടിൻ്റെ രഹസ്യ അറയിലേക്ക് മാറ്റി. അഭിനവ് ഇതൊന്നും തടങ്ങില്ലെങ്കിലും അവൻ്റെ മുഖത്തെ നിഗൂഢത വർദ്ധിച്ചു. അരവിന്ദ് ഗീതയും വസ്ത്രങ്ങൾ ശരിയാക്കി ഉമ്മറത്തേക്ക് നടന്നു. പോലീസ് ഇൻസ്പെക്ടർ വർഗീസ് മുന്നോട്ട് വന്നു. അരവിന്ദ് സർ, അഞ്ജലി ഈ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട് സെർച്ച് ചെയ്യണം. തീർച്ചയായും ഇൻസ്പെക്ടർ, നിയമം അനുസരിക്കാൻ എനിക്ക് തടസ്സമില്ല, അരവിന്ദ് ശാന്തനായി പറഞ്ഞു. പോലീസ് വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും തിരച്ചിൽ നടത്തി. പത്തായപ്പുരയുടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അഭിനവ് നിരാശയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. തിരച്ചിൽ അവസാനിക്കാറായപ്പോൾ അഭിനവ് മെല്ലെ ഗീതയുടെ അരികിലെത്തി. ഏട്ടത്തി മിടുക്കിയാണ്, പക്ഷേ സത്യം അധികകാലം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. അഞ്ജലി ചേച്ചി പണം മോഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് ഏട്ടത്തിക്ക് അറിയാവോ? ഗീത അവനെ തുറപ്പിച്ചു നോക്കി. അറിയാം അഭിനവ്. അവളെ ഭീഷണിപ്പെടുത്തി അത് ചെയ്യിച്ച ആളെ കണ്ടെത്താൻ എനിക്ക് അധികം സമയം വേണ്ടിവരില്ല. അഭിനവ് ഒന്നും ഞെട്ടിയെങ്കിലും പെട്ടെന്ന് ചിരിച്ചു. കാണാം ഏട്ടത്തി, കാണാം. പോലീസ് മടങ്ങിപ്പോയതിനു ശേഷം അരവിന്ദ് ഗീതയെ മുറിയിലേക്ക് വിളിച്ചു. അവൻ തൻ്റെ അക്കൗണ്ട് ബുക്കുകൾ അവളുടെ മുന്നിൽ വെച്ചു. ഗീതു, അഞ്ജലി പണം കൈമാറിയിരിക്കുന്നത് ഒരു വിദേശ അക്കൗണ്ടിലേക്കാണ്. അതിൻ്റെ ഉടമയുടെ പേരിപ്പോൾ എനിക്ക് കിട്ടി. ഗീത ആകാംക്ഷയുടെ ആ പേര് നോക്കി. പക്ഷേ അതിലെഴുതിയിരുന്നത് ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ല, മറിച്ച് ഗ്രീൻലാൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുടെ പേരായിരുന്നു. അരവിന്ദേട്ടാ, ഇത് അഭിനവ് വിദേശത്ത് തുടങ്ങിയ കമ്പനിയല്ലേ? ഗീതയുടെ ശബ്ദം വിറച്ചു. അരവിന്ദ് തലയാട്ടി. അതെ, എൻ്റെ അനിയൻ എന്നെ ചതിക്കുകയായിരുന്നു. അവന് മംഗലശ്ശേരിയുടെ അധികാരം വേണം. അതിനവൻ അഞ്ജലിയെ കരുവാക്കി. പക്ഷേ അഞ്ജലി എന്തിനാണ് ഇതിനെ സമ്മതിച്ചത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോഴാണ് ഗീതയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നത്. അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അഞ്ജലി ചേച്ചിയുടെ അച്ഛൻ രാഘവൻ ആരോടോ പണം ചോദിച്ച് കരയുന്ന ദൃശ്യങ്ങൾ. അരവിന്ദേട്ടാ, നോക്കൂ, അച്ഛനെ ആരോ കടക്കെണ്ണയിൽ പെടുത്തിയിരിക്കുന്നു. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഈ ചതിക്ക് കൂട്ടുനിന്നത്. സത്യം തെളിഞ്ഞപ്പോൾ ഗീതയുടെ ഉള്ളിൽ പക ഇരമ്പിക്കയറി. തൻ്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ച അഭിനവിനെതിരെ അവൾ പോരാടാൻ തീരുമാനിച്ചു.
അരവിന്ദ് ഗീതയും ആദ്യമായി പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ സ്നേഹത്തേക്കാൾ വലിയൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അരവിന്ദിൻ്റെ ഫോണിലെ ആ വീഡിയോ കണ്ട ഗീതാഞ്ജലി തകർന്നുപോയി. തൻ്റെ അഭിമാനിയായ അച്ഛൻ ആരുടെയോ മുന്നിൽ കൈകൂപ്പി കരയുന്നു. അച്ഛനെ രക്ഷിക്കാനാണ് അഞ്ജലി ചേച്ചി മംഗലശ്ശേരിയിലെ പണം മോഷ്ടിച്ചതെന്നും അതിന് പിന്നിൽ അഭിനവാണെന്നും മനസ്സിലായതോടെ ഗീതയുടെ ഉള്ളിലെ ഭയം ദേഷ്യത്തിന് വഴിമാറി. അരവിന്ദേട്ടാ, നമ്മുടെ കുടുംബത്തെ തകർക്കാൻ സ്വന്തം അനിയൻ തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയോ? ഗീതയുടെ ശബ്ദം വിറച്ചു. അരവിന്ദ് ദേഷ്യത്തോടെ ജനൽ കമ്പികളിൽ അടിച്ചു. അഭിനവ്, അവൻ പണ്ടേ ഇങ്ങനെയാണ്. അവന് പണത്തോടുള്ള ആർത്തിക്ക് മുന്നിൽ ആരും ഒന്നുമല്ല. പക്ഷേ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ മംഗലശ്ശേരി തറവാട് തകർക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. പക്ഷേ അരവിന്ദേട്ടാ, നമ്മളിപ്പോൾ അവനെ നേരിട്ടാൽ അവൻ അച്ഛനെ എന്തെങ്കിലും ചെയ്യും. അച്ഛൻ അവൻ്റെ കയ്യിലെ തടവുകാരനെ പോലെയാണ്. ഗീത ബുദ്ധിപൂർവ്വം ആലോചിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ അഭിനവ് തൻ്റെ മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. തുറന്നു നോക്കിയപ്പോൾ ഗീതയാണ്. കയ്യിലൊരു ഗ്ലാസ് പാലുമായി അവൾ നിൽക്കുന്നു. അഭിനവ് ഉറങ്ങിയില്ലേ? ഞാനിത് കൊണ്ടുവന്നതാ, ഗീത ഒരു കപടമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അഭിനവ് സംശയത്തോടെ അവളെ നോക്കി. ഏട്ടത്തിക്കിപ്പോൾ എന്നോട് വലിയ സ്നേഹമാണല്ലോ. കുറച്ചു മുമ്പ് പത്തായപ്പുരയിൽ വെച്ച് എന്നെ കൊന്നുകളയുന്ന നോട്ടായിരുന്നല്ലോ. ഗീത ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. അത് അന്ന് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. അഞ്ജലി ചേച്ചി ഇത്ര വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വീട്ടിൽ എന്നെ സഹായിക്കാൻ അഭിനവിനെ കഴിയുമെന്ന്. അരവിന്ദേട്ട ഇപ്പോഴും ദേഷ്യത്തിലാണ്. അഭിനവിൻ്റെ മുഖത്ത് ഒരു വിജയച്ചിരി തെളിഞ്ഞു. അതെയോ? ഏട്ടത്തിക്ക് കാര്യം മനസ്സിലായതിനാൽ സന്തോഷം. ഏട്ടൻ കുറച്ച് പഴഞ്ചനാണ് ഏട്ടത്തി. നമ്മുടെ ഈ മംഗലശ്ശേരിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. അഭിനവ് ആ പാല് കുടിച്ചു. ഗീത മെല്ലെ അവൻ്റെ മുറിയിലെ മേശപ്പുറത്തിരുന്ന അവൻ്റെ ഫോണിലേക്ക് നോക്കി. അതിലൊരു പാസ്വേഡ് ഉണ്ടായിരുന്നു. അഭിനവ്, വിദേശത്ത് ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഗ്രീൻലാൻഡ് എന്നൊക്കെ കേട്ടല്ലോ, ഗീത ചോദിച്ചു. അഭിനവ് ഞെട്ടിപ്പോയി. പാൽ ഗ്ലാസ് താഴെ വെച്ചു. ഏട്ടത്തിക്ക് ആ പേരെങ്ങനെ അറിയാം? അത് അരവിന്ദേട്ട ആരോടോ ഫോണിൽ പറയുന്നത് കേട്ടു. എന്തോ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഗീത തന്ത്രപരമായി പറഞ്ഞു. അഭിനവ് പരിഭ്രമിച്ചു. തൻ്റെ ഫോൺ എടുത്തു നോക്കി. ഗീത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വിരലുകൾ ഫോണിൽ ടൈപ്പ് ചെയ്ത ആ പാസ്വേഡ്. അഞ്ജലി. ഗീതയുടെ ഹൃദയം നിലച്ചുപോയി. അഭിനവ് അഞ്ജലിയെ പ്രണയിച്ചിരുന്നോ? അതോ അവളെ വെറുതെ ഉപയോഗിക്കുകയായിരുന്നോ? അഭിനവ് ഫോൺ പോക്കറ്റിലിട്ടു. ഏട്ടത്തി പൊയ്ക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഗീത മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ അരവിന്ദിൻ്റെ അടുത്തേക്ക് ഓടി. അരവിന്ദേട്ടാ, എനിക്ക് പാസ്വേഡ് കിട്ടി. അഞ്ജലി എന്നാണ് അവൻ്റെ പാസ്വേഡ്. അവൻ അഞ്ജലി ചേച്ചി എന്തോ ഒരു കുരുക്കിൽ പെടുത്തിയിരിക്കുകയാണ്. അരവിന്ദ് ഉടൻ തന്നെ അവൻ്റെ ലാപ്ടോപ്പ് എടുത്തു. ഗീതു, നീ അവൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണം. എനിക്കതിലെ ഡേറ്റ കോപ്പി ചെയ്യണം. അവൻ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന തെളിവുകൾ അതിലുണ്ടാകും. ഗീത സമ്മതിച്ചു. പക്ഷേ അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. താഴെ ഹാളിൽ നിന്ന് വലിയൊരു ബഹളം കേൾക്കുന്നു. സാവിത്രിയമ്മ അലറിക്കരയുകയാണ്. അരവിന്ദും ഗീതയും താഴേക്ക് ഓടിച്ചെന്നു. ഉമ്മറത്ത് രാഘവൻ നിൽക്കുന്നുണ്ടായിരുന്നു, കൂടെ പോലീസും. ഇൻസ്പെക്ടർ, ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണോ? സാവിത്രിയമ്മ ചോദിച്ചു. രാഘവൻ തളർന്നു പോയിരുന്നു. അദ്ദേഹം അരവിന്ദിനെ നോക്കി വിരൽ ചൂണ്ടി. എൻ്റെ മകൾ അഞ്ജലിയെ അരവിന്ദ് കൊന്നു കളഞ്ഞു. അവനവളെ ഈ പത്തായപ്പുരയിലിട്ട് കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. ഗീത ഞെട്ടിപ്പോയി. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അവൾ അഭിനവിനെ നോക്കി. അഭിനവ് ജനാലയ്ക്കിൽ നിന്ന് പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അഭിനവ് അച്ഛനെ ഭീഷണിപ്പെടുത്തി അരവിന്ദിനെതിരെ പറയിപ്പിക്കുകയാണെന്ന് ഗീതയ്ക്ക് മനസ്സിലായി. അരവിന്ദിനെ അറസ്റ്റ് ചെയ്താൽ മംഗലശ്ശേരി അഭിനവിൻ്റെ കൈപ്പിടിയിലാകും. അരവിന്ദ് സർ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വരണം. ഇൻസ്പെക്ടർ വർഗീസ് വിലങ്ങുമായി മുന്നോട്ട് വന്നു. ഗീത അരവിന്ദിൻ്റെ മുന്നിൽ തടസ്സമായി നിന്നു. ഇല്ല, എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെ ആരോ ഭീഷണിപ്പെടുത്തി പറയിക്കുന്നതാണ്. ഗീതയുടെ വാക്കുകൾ ആരും കേട്ടില്ല. അരവിന്ദിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഗീത അഭിനവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ പകയുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു. അരവിന്ദിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ മംഗലശ്ശേരി തറവാടിൻ്റെ മുറ്റത്ത് ഒരു കല്ലറയിൽ എന്ന പോലെ നിശബ്ദത പടർന്നു. ഗീതാഞ്ജലി തളർന്നുപോയി. തൻ്റെ അച്ഛൻ തന്നെ തൻ്റെ ഭർത്താവിനെ മൊഴി നൽകിയിരിക്കുന്നു. അഭിനവ് വിരിച്ച വലയിൽ അച്ഛനും പെട്ടുപോയി എന്ന് അവൾക്ക് ഉറപ്പായി. സാവിത്രിയമ്മ ഉമ്മർത്തിരുന്ന് നെഞ്ചത്തടിച്ചു കരയുകയാണ്. എൻ്റെ മകൻ അവനൊരിക്കലും ഒരു കൊലപാതകയല്ല രാഘവ. നീ എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ ചതിച്ചത്? രാഘവൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അഭിനവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയപ്പെടുന്നുണ്ടായിരുന്നു. അഭിനവ് പതുക്കെ രാഘവൻ്റെ അരികിലെത്തി തോളിൽ കൈവച്ചു. സാരമില്ലെങ്കിൽ സത്യം ജയിക്കും. ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. അഭിനവ് വളരെ സഹതാപത്തോടെ പറഞ്ഞു.
ഗീതയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൾ അഭിനവിൻ്റെ മുന്നിലേക്ക് ചെന്നു. അഭിനവ്, ഈ നാടകം അധികകാലം മുന്നോട്ട് പോകില്ല. അച്ഛനെ കൊണ്ട് നീ കള്ളം പറയിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഓർത്തു വെച്ചോ, അരവിന്ദേട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അഭിനവ് ഒന്ന് പരിഹസിച്ച് ചിരിച്ചു. ഏട്ടത്തി, വെറുതെ വെയിലത്ത് നടന്ന് നിറം കളയണ്ട. തെളിവുകളെല്ലാം ഏട്ടനെതിരാണ്. അഞ്ജലി ചേച്ചിയെ കാണാനില്ല. അവളെ പത്തായപ്പുരയിൽ കെട്ടിയിട്ടത് നാട്ടുകാർ കണ്ടു. ഇനി ആര് വിചാരിച്ചാലും ഏട്ടൻ പുറത്തിറങ്ങില്ല. ഗീത ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. അവൾക്കിപ്പോൾ കരയാൻ സമയമല്ല. അരവിന്ദേട്ടൻ പറഞ്ഞതുപോലെ അഭിനവിൻ്റെ ഫോണ് കൈക്കലാക്കണം. അതിൽ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയോ സന്തോഷമോ ഉണ്ടാകും. രാത്രിയായി. അഭിനവ് മദ്യപിച്ച് തൻ്റെ മുറിവിൽ മയക്കത്തിലായിരുന്നു. ഗീത മെല്ലെ അവൻ്റെ മുറിയിലേക്ക് പതുങ്ങി ചെന്നു. ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് അവൻ്റെ ഫോൺ ഇരിക്കുന്നത് കണ്ടു. അവൾ ആ ഫോൺ എടുത്തു. അവൻ പറഞ്ഞ അഞ്ജലി എന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ഫോൺ തുറന്നു. അവൾ വേഗം ഗാലറി പരിശോധിച്ചു. അതിൽ കണ്ട ദൃശ്യങ്ങൾ കണ്ട് അവൾ വായ പൊത്തിപ്പിടിച്ചു. അച്ഛൻ രാഘവൻ പണ്ട് നടത്തിയ ഒരു ബിസിനസ് ഇടപാടിൽ അബദ്ധവശാൽ ഒരാൾ മരിച്ചതും അത് കൊലപാതകമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള തെളിവുകളും അഭിനവ് കൈക്കലാക്കി വെച്ചിരിക്കുന്നു. അത് കാണിച്ചാണ് അവൻ അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. പെട്ടെന്ന് പിന്നിൽ ഒരു നിഴൽ കണ്ടു. ഗീത ഞെട്ടിത്തിരിഞ്ഞു. അഭിനവ് എഴുന്നേറ്റ് നിൽക്കുന്നു. കള്ളം പഠിക്കപ്പെട്ടല്ലോ ഏട്ടത്തി. അഭിനവിൻ്റെ കണ്ണുകളിൽ വന്യതയായിരുന്നു. അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. നീ വിചാരിച്ചോ എന്നെ ഇത്ര പെട്ടെന്ന് തോൽപ്പിക്കാന്ന്? അവൻ അവളുടെ കഴുത്തിന് നേരെ കൈനീട്ടി. ഗീത ഭയന്ന് പിന്നോട്ട് മാറി. പക്ഷേ ആ നിമിഷം തറവാടിൻ്റെ വലിയ വാതിൽ തള്ളിത്തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അഞ്ജലി. കെട്ടിയിട്ട പാടുകളും വിളറിയ മുഖവുമായി അഞ്ജലി ഉമ്മറത്ത് നിൽക്കുന്നു. അവളുടെ കയ്യിൽ ഒരു റെക്കോർഡർ ഉണ്ടായിരുന്നു. നിർത്തടാ എൻ്റെ കള്ളക്കളി അഭിനവ്, അഞ്ജലി ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. അഭിനവ് സ്തംഭിച്ചു പോയി. മരിച്ചെന്ന് കരുതിയ, അല്ലെങ്കിൽ താൻ ഒളിപ്പിച്ചു വെച്ചെന്ന് കരുതിയ അഞ്ജലി എങ്ങനെ ഇവിടെ എത്തി? ഗീതയും അമ്പരന്ന് നിന്നു. മംഗലശ്ശേരി തറവാട്ടിൽ സത്യത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയായിരുന്നു. മംഗലശ്ശേരി തറവാടിൻ്റെ ഉമ്മറത്ത് അഞ്ജലിയെ കണ്ടതും അഭിനവിൻ്റെ കയ്യിലിരുന്ന മദ്യ ഗ്ലാസ് നിലത്ത് വീണ് ചിതറി. അവൻ്റെ മുഖത്തെ ആത്മവിശ്വാസം നിമിഷ നേരം കൊണ്ട് ഭയത്തിന് വഴിമാറി. ഗീതാഞ്ജലി ഓടിച്ചെന്ന് തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, നീ നീ എങ്ങനെ? ഗീതയുടെ വാക്കുകൾ സന്തോഷം കൊണ്ട് മുറിഞ്ഞു. അഞ്ജലി അഭിനവിനെ രൂക്ഷമായി നോക്കി. നീ വിചാരിച്ചോ അഭിനവ്, നിന്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ എന്നും തളർന്നിരിക്കുമെന്ന്? എൻ്റെ അച്ഛനെ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞ് നീ എന്നെക്കൊണ്ട് ആ പണം മോഷ്ടിപ്പിച്ചു. അരവിന്ദേട്ടൻ എന്നെ പത്തായപ്പുരയിൽ പൂട്ടിയിട്ടത് എന്നെ ദ്രോഹിക്കാനല്ല, നിന്റെ ആളുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനായിരുന്നു. അഭിനവ് പല്ല് കടിച്ചു. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? പണം മോഷ്ടിച്ചത് നീയാണ്. അത് നിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്. അഞ്ജലി തൻ്റെ കയ്യിലിരുന്ന ചെറിയ റെക്കോർഡർ ഉയർത്തിക്കാട്ടി. ഇതിൽ നീ എന്നെ ഭീഷണിപ്പെടുത്തിയ ഓരോ വാക്കുമുണ്ട്. അച്ഛനെ അപായപ്പെടുത്തുമെന്ന് നീ പറഞ്ഞതും. അരവിന്ദേട്ടനെ കൊടുക്കാൻ നീ മെനങ്ങിയ തന്ത്രങ്ങളും ഇതിലുണ്ട്. നീ എന്നെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് എന്നെ രക്ഷിച്ചത് ആരാണെന്ന് അറിയാമോ? വാതിൽക്കൽ ഒരു നിഴൽ തെളിഞ്ഞു. അത് ഇൻസ്പെക്ടർ വർഗീസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വിലങ്ങഴിച്ച കൈകളുമായി അരവിന്ദ് നടന്നു വന്നു. ഗീത വിശ്വസിക്കാനാവാതെ അരവിന്ദിനെ നോക്കി. അരവിന്ദേട്ടാ, നിങ്ങളെങ്ങനെ? അരവിന്ദ് പതുക്കെ അഭിനവിൻ്റെ അരികിലെത്തി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. അഭിനവ്, പോലീസ് എന്നെ കൊണ്ടുപോയത് ഒരു നാടകമായിരുന്നു. അഞ്ജലി എവിടെയാണെന്ന് കണ്ടെത്താൻ നിന്നെ ഒന്ന് സ്വതന്ത്രനാക്കി വിടണമായിരുന്നു. നീ നിന്റെ ഗുണ്ടകൾക്ക് ഫോൺ ചെയ്യുന്നത് പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അഭിനവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇൻസ്പെക്ടർ അവനെ പിടികൂടി. അഭിനവ്, മംഗലശ്ശേരി ചതിക്കും ഭീഷണിപ്പെടുത്തലിനും നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. അഭിനവിനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ സാവിത്രിയമ്മ തളർന്ന് കസേരയിലിരുന്നു. സ്വന്തം മകൻ ഇത്രയും വലിയ ചതിയനാണെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. രാഘവൻ ഓടി വന്നു തൻ്റെ മക്കളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നെ ക്ഷമിക്കൂ മക്കളെ, ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു. രാഘവൻ വിതുമ്പി. രാത്രിയുടെ നിശബ്ദതയിൽ മംഗലശ്ശേരി തറവാട് ശാന്തമായി. ഗീതയും അരവിന്ദും മാത്രം വരാന്തയിൽ തനിച്ചായി. നിലാവെളിച്ചത്തിൽ ഗീതയുടെ മുഖം കൂടുതൽ ശോഭിച്ചിരുന്നു. ഗീതു, അരവിന്ദ് മെല്ലെ വിളിച്ചു. അവൾ തലയുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ പണ്ട് കണ്ടിരുന്ന വെറുപ്പോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല. നീ ഇന്ന് കാണിച്ച ധൈര്യം അതെന്നെ അത്ഭുതപ്പെടുത്തി. ഒരു പകരക്കാരിയായി വന്ന നീ ഇന്ന് ഈ കുടുംബത്തിൻ്റെ രക്ഷയായി മാറി. അരവിന്ദ് അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. ഗീതയുടെ ഹൃദയം വേഗത്തിലിടിച്ചു. ഞാനൊരു പകരക്കാരിയാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അരവിന്ദ് ചിരിച്ചു. ഇല്ല, നീ പകരക്കാരിയല്ല, നീ എൻ്റെ ജീവിതമാണ്, എൻ്റെ ഗീതാഞ്ജലി. അരവിന്ദ് അവളുടെ നെറ്റിയിൽ തലോടി. ആദ്യമായി അവരുടെ ഇടയിൽ പ്രണയത്തിൻ്റെ മഞ്ഞത്തുള്ളികൾ വീഴാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും തറവാടിൻ്റെ ഇരുളടങ്ങിയ മൂലയിൽ നിന്ന് ഒരാൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അഭിനവിൻ്റെ അറസ്റ്റ് കൊണ്ട് എല്ലാം അവസാനിച്ചോ, അതോ പുതിയൊരു ശത്രു ഉദയം ചെയ്യുകയാണോ? അരവിന്ദിൻ്റെ സ്നേഹപ്രകടനം ഗീതാഞ്ജലിയുടെ ഉള്ളിൽ പതിയെ പൂമഴ പെയ്ച്ചു.
ഇത്രയും കാലം ഭയത്തോടെയും വെറുപ്പോടെയും നോക്കിയിരുന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ വിശ്വസ്തതയുടെയും അനുരാഗത്തിൻ്റെയും തിളക്കമാണ്. മംഗലശ്ശേരി തറവാട്ടിലെ അന്തരീക്ഷം മെല്ലെ ശാന്തമാവുകയാണെന്ന് അവൾ കരുതി. ഗീതു, നാളെ മുതൽ നിനക്ക് കോളേജിൽ പോകാം. നിന്റെ സ്വപ്നങ്ങൾ ഈ അടുക്കളയിൽ കരിഞ്ഞു പോകാൻ പാടില്ല. അരവിന്ദ് അവളുടെ കൈകളിൽ മെല്ലെ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഗീത വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. അരവിന്ദേട്ടാ, സത്യമാണോ? സാവിത്രി അമ്മ സമ്മതിക്കോ? അമ്മയെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ ഇനി ഈ വീടിൻ്റെ മരുമകൾ മാത്രമല്ല, എൻ്റെ അഭിമാനം കൂടിയാണ്. അരവിന്ദിൻ്റെ ആ വാക്കുകൾ ഗീതയ്ക്ക് വലിയൊരു കരുത്തായി. പക്ഷേ അതേസമയം തറവാടിൻ്റെ മറ്റൊരു മുറിയിൽ അഞ്ജലി തനിച്ചിരുന്ന് കണ്ണീർ വാർക്കുകയായിരുന്നു. അവനവൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും തൻ്റെ പ്രണയവും ജീവിതവും തകർന്നു പോയതിൻ്റെ വേദന അവളിലുണ്ടായിരുന്നു. അഞ്ജലി പതിയെ എഴുന്നേറ്റ് തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പഴയ ഡയറി പുറത്തെടുത്തു. അതിൽ അവൾ രഹസ്യമായി സൂക്ഷിച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അഭിനവിനൊപ്പമുള്ള ഫോട്ടോയല്ല അത്, മറിച്ച് അരവിന്ദിൻ്റെ ബിസിനസ് എതിരാളിയായി വിക്രമിനൊപ്പമുള്ള ഫോട്ടോയായിരുന്നു. പെട്ടെന്ന് മുറിയിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. അഞ്ജലി വേഗം ഡയറി ഒളിപ്പിച്ചു. വാതിൽക്കൽ സാവിത്രിയമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി, നീ വരുത്തി വെച്ച വെനകൾ തീർക്കാൻ ഗീതുവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഇനി നിന്നെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത് ശരിയല്ല. നിനക്ക് അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോകാം. സാവിത്രിയമ്മയുടെ സ്വരം കടുപ്പത്തിലായിരുന്നു. അഞ്ജലി തല താഴ്ത്തി നിന്നു. ശരി അമ്മേ, നാളെ തന്നെ ഞാൻ പൊയ്ക്കോളാം. പിറ്റേന്ന് രാവിലെ ഗീത കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉമ്മറത്തൊരു വലിയ കാർ വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് സ്റ്റൈലിഷായ ഒരു യുവാവായിരുന്നു. കൂളിംഗ് ഗ്ലാസ് മാറ്റി അയാൾ മംഗലശ്ശേരി തറവാട്ടിനെ ഒന്ന് അടിമുടി നോക്കി. അരവിന്ദ് ഗൗരവത്തോടെ മുന്നോട്ട് വന്നു. വിക്രം, നീ എന്തിനാ എങ്ങോട്ട് വന്നത്? വിക്രം പരിഹാസത്തോടെ ചിരിച്ചു. അഭിനവ് ജയിലിലായ വിവരം അറിഞ്ഞു. നിന്റെ ബിസിനസ് എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ശത്രു. അഭിനവിനെ വഴി തെറ്റിച്ചതിന് പിന്നിലും ഇവൻ്റെ ബുദ്ധിയുണ്ടാകും, അരവിന്ദ് പല്ല് കടിച്ചു പറഞ്ഞു. വിക്രം പോകുന്നതിന് മുമ്പ് അഞ്ജലിക്ക് നേരെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. ആരും കാണാതെ അയാൾ അവൾക്കൊരു ചെറിയ കുറിപ്പ് എറിഞ്ഞു കൊടുത്തു. ഗീത കോളേജിലേക്ക് പോകുമ്പോഴും അവളുടെ മനസ്സ് ആ കുറിപ്പിലായിരുന്നു. അഭിനവ് പോയെങ്കിലും അതിലും വലിയൊരു അപകടം മംഗലശ്ശേരിയെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടോ? അഞ്ജലിക്ക് വിക്രമുമായി എന്താണ് ബന്ധം? വിക്രം കാറിൽ കയറിയപ്പോഴെങ്കിലും അവൻ്റെ ആ വിചിത്രമായ നോട്ടം ഗീതാഞ്ജലിയുടെ മനസ്സിൽ ഒരു വലിയ ഭാരമായി അവശേഷിച്ചു. അഞ്ജലി നിലത്തുനിന്ന് ആ ചെറിയ കുറിപ്പ് അതീവ വേഗത്തിൽ കൈക്കലാക്കി. തൻ്റെ സാരിക്കുള്ളിൽ ഒളിപ്പിച്ചത് ഗീത കണ്ടിരുന്നു. ഗീതു, നീ എന്തിനാ ആലോചിച്ച് നിൽക്കുന്നത്? കോളേജിൽ പോകാൻ സമയമായില്ലേ? അരവിന്ദിൻ്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത്. ഇല്ല അരവിന്ദേട്ടാ, പോകാം. ഗീത കാറിൽ കയറുമ്പോഴും അവളുടെ ശ്രദ്ധ അഞ്ജലിയിലായിരുന്നു. കോളേജിൽ ഇരിക്കുമ്പോഴും ഗീതയുടെ മനസ്സ് മംഗലശ്ശേരി തറവാട്ടിലായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ ഗീത നേരെ അഞ്ജലിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ അകത്തു നിന്ന് അഞ്ജലി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. വിക്രം, നീ എന്തിനാ അങ്ങോട്ട് വന്നത്? അരവിന്ദേട്ടൻ നിന്നെ കണ്ടാൽ കൊന്നുകളയും. എന്നെ ഇനി ഇതിലേക്ക് വലിച്ചിടയ്ക്കരുത്. അഞ്ജലി വിതുമ്പുകയായിരുന്നു. ഗീത ഞെട്ടിപ്പോയി. അഞ്ജലി ചേച്ചി വിക്രമുമായി ഇപ്പോഴും ബന്ധത്തിലാണോ? അഭിനവിനെ പോലെ വിക്രമിനും ചേച്ചിയെ ഭീഷണിപ്പെടുത്താൻ കഴിയുമോ? ഗീത വാതിൽ തള്ളി തുറന്നു അകത്തേക്ക് കയറി. ചേച്ചി, അഞ്ജലി ഭയന്ന് ഫോൺ കട്ട് ചെയ്തു. ഗീതു, നീ എപ്പോഴാണ് വന്നത്? ചേച്ചി ആരോടാ സംസാരിച്ചത്? വിക്രം ആരാണ്? അഭിനവിനെ പോലെ അയാളും ചേച്ചിയെ ചതിക്കുകയാണോ? ഗീതയുടെ ചോദ്യങ്ങൾ അഞ്ജലിയെ തളർത്തി. അഞ്ജലി കരഞ്ഞുകൊണ്ട് ഗീതയുടെ കൈകളിൽ പിടിച്ചു. ഗീതു, വിക്രമാണ് സത്യത്തിൽ അഭിനവിനേക്കാൾ വലിയ വില്ലൻ. അവൻ എൻ്റെ പഴയ കാമുകനായിരുന്നു. പക്ഷേ അവൻ എന്നെ സ്നേഹിച്ചത് മംഗലശ്ശേരിയുടെ രഹസ്യങ്ങൾ ചോർത്താനായിരുന്നു. ഇപ്പോൾ അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അരവിന്ദേട്ടൻ്റെ ബിസിനസ് തകർക്കാനുള്ള ചില ഫയലുകൾ മംഗലശ്ശേരിയിലെ ലോക്കറിൽ ഉണ്ടെന്നും അത് അവന് വേണമെന്നാണ് അവൻ പറയുന്നത്. ഗീത ആലോചനയിലാണ്ടു. വിക്രം വിചാരിച്ചാലും വലിയ കളികളാണ് കളിക്കുന്നത്. ചേച്ചി പേടിക്കേണ്ട, നമ്മളിത് അരവിന്ദേട്ടനോട് പറയണം. വേണ്ട ഗീതു, അരവിന്ദേട്ട അറിഞ്ഞാൽ അയാൾ വിക്രമിനെ കൊല്ലും. അത് വലിയൊരു കേസാകും. തറവാടിൻ്റെ മാനം വീണ്ടും പോകും. അഞ്ജലി തടഞ്ഞു. അന്ന് രാത്രി ഗീതയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ അരവിന്ദിൻ്റെ അടുത്ത് എന്ന് ഇരുന്നു. അരവിന്ദ് എന്തോ ഗൗരവമായ ഫയലുകൾ നോക്കുകയായിരുന്നു. അരവിന്ദേട്ടാ, വിക്രമിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഗീത മെല്ലെ ചോദിച്ചു. അരവിന്ദ് ഫയലുകൾ മാറ്റിവെച്ചു. അവൻ ഒരു ചതിയുടെ പര്യായമാണ് ഗീതു. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഷെയറുകൾ തകർക്കാൻ അവൻ പണ്ടേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരു രഹസ്യരേഖ അവനെ പേടിപ്പിക്കുന്നുണ്ട്. അത് പുറത്തു വന്നാൽ അവൻ ജയിലിലാകും. ഗീതയ്ക്ക് കാര്യം മനസ്സിലായി. ആ രേഖയാണ് വിക്രം ലക്ഷ്യം വയ്ക്കുന്നത്. പെട്ടെന്ന് താഴെ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരോ വീടിൻ്റെ അടുക്കള വാതിൽ തുറക്കുന്ന ശബ്ദം. ഗീതയും അരവിന്ദ് പരസ്പരം നോക്കി. അവർ ശബ്ദമുണ്ടാക്കാതെ താഴേക്ക് നടന്നു. അടുക്കളയിൽ ഇരുട്ടത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കയ്യിലൊരു ടോർച്ച് വെളിച്ചവുമായി അയാൾ ലോക്കറിൽ ഇരിക്കുന്ന മുറി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അരവിന്ദ് സ്വിച്ചിട്ടു. പ്രകാശത്തിൽ കണ്ട ആ രൂപം അവരെ ഞെട്ടിച്ചു. അത് വിക്രമായിരുന്നില്ല, അത് രാമു ആയിരുന്നു. അരവിന്ദിൻ്റെ വിശ്വസ്തനായ വേലക്കാരൻ. രാമു, നീ എന്തിനെവിടെ? അരവിന്ദ് ഗർജിച്ചു. രാമുവിൻ്റെ കയ്യിൽ വിക്രം ആവശ്യപ്പെട്ട ആ രഹസ്യരേഖകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാമുവിൻ്റെ പുറകിൽ നിന്ന് മറ്റൊരു നിഴൽ കൂടി തെളിഞ്ഞു വന്നു.
കൈത്തോക്കുമായി വിക്രം തന്നെ ഉമ്മറത്ത് നിൽക്കുന്നു. അരവിന്ദ്, നിന്റെ കളികൾ ഇവിടെ തീരുന്നു. ആ പേപ്പറുകൾ ഇങ്ങ് തന്നേക്കൂ. വിക്രം പരിഹാസത്തോടെ ചിരിച്ചു. മംഗലശ്ശേരി തറവാട് വീണ്ടും ഒരു മരണക്കളിയായി മാറുകയായിരുന്നു. ഗീത അരവിന്ദിൻ്റെ കൈ മുറുക്കി പിടിച്ചു. ലോക്കർ മുറിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിക്രമിൻ്റെ ചിരി മുഴങ്ങി. അവൻ്റെ കയ്യിലിരുന്ന തോക്ക് അരവിന്ദിൻ്റെ നെഞ്ചിന് നേരെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വിശ്വസ്തനായ രാമു ചതിക്കുമെന്ന് അരവിന്ദ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. രാമു, നീയും? അരവിന്ദിൻ്റെ ശബ്ദത്തിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ വേദനയായിരുന്നു. ക്ഷമിക്കണം സാർ, എൻ്റെ മകളുടെ ചികിത്സയ്ക്ക് വിക്രം സാർ സഹായിച്ചു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. രാമു തലതാഴ്ത്തി വിതുമ്പി. വിക്രം പരിഹാസത്തോടെ മുന്നോട്ട് വന്നു. സെൻറ്റിമെൻറ്റ്സൊക്കെ പിന്നെ ആകാം. രാമു, അരവിന്ദ് ആ ഫയലുകൾ ഇങ്ങോട്ട് എടുക്ക്. എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് തകർക്കാൻ നീ വെച്ചിരിക്കുന്ന ആ തെളിവുകൾ എനിക്കിപ്പോൾ വേണം. ഗീതാഞ്ജലി അരവിന്ദിൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. അവളുടെ ഉള്ളിൽ ഭയം ഇടുമുന്നുണ്ടെങ്കിലും ബുദ്ധി അതിവേഗം പ്രവർത്തിക്കുകയായിരുന്നു. ലോക്കറിൽ തൊട്ടടുത്തുള്ള ടേബിളിലിരുന്ന ഭാരമേറിയ പിച്ചള വിളക്ക് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വിക്രം, നിങ്ങളത് ചെയ്യുന്നത് വലിയ തെറ്റാണ്. പോലീസ് ഇപ്പോൾ ഇവിടെ എത്തും. ഗീത ധൈര്യം സംഭരിച്ച് പറഞ്ഞു. പോലീസോ? ഈ അർദ്ധരാത്രിയിൽ ആരും വരില്ല. ഗീതാഞ്ജലി, നിന്റെ ചേച്ചി അഞ്ജലി പോലും ഇപ്പോൾ എൻ്റെ ആളുകളുടെ നിരീക്ഷണത്തിലാണ്. പണം തന്നാൽ അവളെ വിടാം എന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിക്രം ആക്രോശിച്ചു. അരവിന്ദ് പതക്കെ ലോക്കറിനടുത്തേക്ക് നീങ്ങി. ശരി വിക്രം, നിനക്ക് വേണ്ടത് ഈ ഫയലുകൾ തന്നെയല്ലേ? ഞാൻ തരാം. പക്ഷേ എന്നെ നീ ഒന്നും ചെയ്യരുത്. അരവിന്ദ് ലോക്കർ തുറക്കുന്നത് പോലെ അഭിനയിച്ചു. വിക്രമിൻ്റെ ശ്രദ്ധ മുഴുവൻ ലോക്കറിലായിരുന്നു. ആ നിമിഷം ഗീത മിന്നൽ വേഗത്തിൽ ആ പിച്ചള വിളക്കെടുത്ത് വിക്രമിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ വിക്രമിൻ്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി. അരവിന്ദ് ഒട്ടും വൈകാതെ അവനെ തറയിൽ വീഴ്ത്തി. ഇരുവരും തമ്മിൽ മൽപ്പിടുത്തം നടന്നു. രാമു, ലൈറ്റ് ഓഫ് ചെയ്യൂ, ഗീത അലറി. രാമു ആശയക്കുഴപ്പത്തിലായെങ്കിലും ഗീത ഓടിച്ചെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. മുറി ഇരുട്ടിലായി. ഇരുട്ടിൽ വിക്രമിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. അരവിന്ദ് അവനെ കീഴ്പ്പെടുത്തി തോക്ക് കൈകളിലാക്കി. പെട്ടെന്ന് തറവാടിന് പുറത്ത് പോലീസ് ജീപ്പിൽ സൈറൻ മുഴങ്ങി. അഞ്ജലി രഹസ്യമായി പോലീസിനെ വിളിച്ചിരുന്നു. വിക്രം തനിക്കയച്ച കുറിപ്പ് അവൾ വഴിത്തിരിവാക്കി മാറ്റുകയായിരുന്നു. പോലീസ് അകത്തേക്ക് ഇരിച്ചു കയറി. ഇൻസ്പെക്ടർ വർഗീസ് വിക്രമിനെ വിലങ്ങുവച്ചു. വിക്രം, തട്ടിക്കൊണ്ടുപോകൽ ശ്രമത്തിനും അതിക്രമിച്ചു കയറിയതിനും നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. രാമു കരഞ്ഞുകൊണ്ട് അരവിന്ദിൻ്റെ കാലിൽ വീണു. സാർ, എന്നോട് ക്ഷമിക്കണം. അരവിന്ദ് അവനെ എഴുന്നേൽപ്പിച്ചു. മകളുടെ ജീവൻ രക്ഷിക്കാനല്ലേ നീ ഇത് ചെയ്തത്? പക്ഷേ ചതി ഒരിക്കലും പരിഹാരമല്ല രാമു. പോലീസിനോട് സത്യം പറയൂ, ബാക്കി ഞാൻ നോക്കാം. എല്ലാം കഴിയുമ്പോൾ തറവാട് വീണ്ടും ശാന്തമായി. മുറ്റത്തെ മല്ലികപ്പൂക്കളുടെ മണം വായുവിൽ നിറഞ്ഞു. ഗീത തളർന്ന് സോഫയിലിരുന്നു. അരവിന്ദ് അവളുടെ അരികിൽ വന്നു. ഗീതു, ഇന്ന് നീ കാണിച്ച ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ. അരവിന്ദ് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഗീതയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് പേടിയായിരുന്നു അരവിന്ദേട്ടാ. അരവിന്ദ് അവളെ ചേർത്ത് പിടിച്ചു. അഞ്ജലി ദൂരെ നിന്ന് അത് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ കുറ്റബോധവും സന്തോഷവും ഒരുപോലെ ഉണ്ടായിരുന്നു. തൻ്റെ അനിയത്തിക്ക് ലഭിച്ച ഈ സ്നേഹം താൻ കാരണം ഇല്ലാതാകരുത് എന്നവൾ ഉറപ്പിച്ചു. പക്ഷേ വിക്രം അറസ്റ്റിലാകുമ്പോൾ അവസാനമായി പറഞ്ഞ ആ വാക്ക് ഗീതയുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇത് അവസാനമല്ല അരവിന്ദ്. മംഗലശ്ശേരിയുടെ യഥാർത്ഥ ശത്രു ഇപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട്. വിക്രം ആരെയാണ് ഉദ്ദേശിച്ചത്? മംഗലശ്ശേരിയിൽ ഇനി ആരെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? വിക്രം പോലീസ് ജീപ്പിലിരുന്ന് വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ മംഗലശ്ശേരി തറവാടിൻ്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. യഥാർത്ഥ ശത്രു ഇപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. ആ വാക്കുകൾ ഗീതാഞ്ജലിയുടെ ഉറക്കം കെടുത്തി. അരവിന്ദേട്ടൻ അത് കേട്ടിട്ടില്ലെന്ന് നടിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്തും ആ മാറ്റം വ്യക്തമായിരുന്നു. പിറ്റേന്ന് രാവിലെ തറവാട്ടിൽ ഒരു അസ്വാഭാവികമായ ശാന്തതയായിരുന്നു. രാമുവിനെ പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതോടെ അടുക്കളയിലും മുറ്റത്തുമെല്ലാം ഒരു ശൂന്യത അനുഭവപ്പെട്ടു. സാവിത്രിയമ്മ പൂജാമുറിയിൽ തന്നെയായിരുന്നു. ഗീത ചായയുമായി അരവിന്ദിൻ്റെ മുറിയിലേക്ക് ചെന്നു. അദ്ദേഹം പഴയ ചില കുടുംബസ്വത്ത് രേഖകൾ പരിശോധിക്കുകയായിരുന്നു. അരവിന്ദേട്ടാ, വിക്രം പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഗീത മെല്ലെ ചോദിച്ചു. അരവിന്ദ് ഫയലുകൾ മടക്കി വെച്ചു. അവൻ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ പറയുന്നതാകും. ഗീതു, നീ അത് ഗൗരവമായി എടുക്കണ്ട. പക്ഷേ അരവിന്ദിൻ്റെ കണ്ണുകളിലെ അസ്വസ്ഥത ഗീത ശ്രദ്ധിച്ചു. അയാൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അന്നുച്ചയ്ക്ക് കോളേജിൽ നിന്ന് നേരത്തെ വന്ന ഗീത തറവാടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള പഴയ സ്റ്റോൾ റൂമിനരികിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അത് സാവിത്രിയമ്മയായിരുന്നു. അവർ ആരും കാണാതെ ഒരു പഴയ മരപ്പെട്ടി തുറന്ന് അതിൽ നിന്ന് എന്തോ പരിശോധിക്കുന്നു. ഗീത മറങ്ങി നിന്ന് നോക്കി. സാവിത്രിയമ്മയുടെ കയ്യിലൊരു കത്തുണ്ടായിരുന്നു. അത് വായിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എൻ്റെ മകനോട് എനിക്കിത് പറയാൻ കഴിയില്ല. മംഗലശ്ശേരിയുടെ ഈ രഹസ്യം പുറത്തു വന്ന എല്ലാ തങ്ങരും. സാവിത്രിയമ്മ തന്നെത്താൻ പിറുപിറുക്കുന്നത് ഗീത കേട്ടു. ഗീതയുടെ ഹൃദയം പടപടായിടിച്ചു. മംഗലശ്ശേരിയുടെ രഹസ്യമോ? അത് അരവിന്ദേട്ടനെ ബാധിക്കുന്നതാണോ? സാവിത്രിയമ്മ അവിടെ നിന്ന് പോയ ഉടനെ ഗീത ആ മുറിയിലേക്ക് കയറി. ആ മരപ്പെട്ടി തുറന്നപ്പോൾ അതിൽ പഴയ ചില പത്രവാർത്തകളുടെ കട്ടിങ്ങുകളുണ്ടായിരുന്നു. 20 വർഷം മുമ്പുള്ള ഒരു വാർത്ത. മംഗലശ്ശേരിയിലെ യഥാർത്ഥ അവകാശി ആര്? ദുരൂഹത തുടരുന്നു.
വാർത്തയിൽ പറയുന്നത് അരവിന്ദിൻ്റെ അച്ഛൻ ശേഖരൻ തമ്പിയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിലുണ്ടായൊരു കുഞ്ഞിനെക്കുറിച്ചുമാണ്. ആ കുട്ടി മരിച്ചുപോയെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആ വാർത്തയിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഗീത ഞെട്ടിപ്പോയി. അപ്പോൾ അരവിന്ദേട്ടൻ മംഗലശ്ശേരിയിലെ ഏക അവകാശിയല്ലേ? അഭിനവിനേക്കാളും മുമ്പേ അവകാശമുള്ള മറ്റൊരാളുണ്ടോ? വിക്രം ഉദ്ദേശിച്ച ശത്രു ഈ രഹസ്യ അവകാശിയാണോ? പെട്ടെന്ന് പിറകിൽ ഒരു ശബ്ദം കേട്ടു. ഗീത തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നത് അഞ്ജലിയായിരുന്നു. നീ ഇത് കാണുമെന്ന് ഞാൻ കരുതിയില്ല ഗീതു. അഞ്ജലിയുടെ സ്വരം വല്ലാതെ മാറിയിരുന്നു. ചേച്ചി, നിനക്ക് ഇതൊക്കെ അറിയായിരുന്നോ? ഗീത വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അഞ്ജലി മുന്നോട്ട് വന്നു. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത പുഞ്ചിരി വിരിഞ്ഞു. വിക്രം എന്നെ സ്നേഹിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. മംഗലശ്ശേരിയുടെ ഈ കറുത്ത രഹസ്യം കൈക്കലാക്കാൻ. അരവിന്ദ് മംഗലശ്ശേരി വെറുമൊരു പാവയാണ് ഗീതു. ഈ തറവാട്ടിൻ്റെ ശരിക്കുള്ള ഉടമ ആരാണെന്ന് അറിഞ്ഞാൽ നീ തകർന്നു പോകും. ആരാണത്? പറയൂ ചേച്ചി. അഞ്ജലി ജനാലിലൂടെ പുറത്തെ മുറ്റത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ അരവിന്ദ് ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തൊട്ടടുത്ത് മുറ്റത്തെ മരത്തണലിൽ പുതുതായി ജോലിക്കെത്തിയ മാധവൻ എന്ന പ്രായമായ ആൾ നിൽക്കുന്നു. അരവിന്ദിനെ വളർത്തിയത് സാവിത്രിയമ്മയാണെങ്കിലും ശേഖരൻ തമ്പിയുടെ ആദ്യ ഭാര്യയിലെ മകൻ ആ മാധവനാണ്. മാധവൻ തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചുവെച്ച് ഈ വീട്ടിൽ പണിക്കാരനായി വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അഞ്ജലി രഹസ്യമായി ചോദിച്ചു. ഗീത തളർന്നു നിലത്തിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ പദവിയും ഈ തറവാടും എല്ലാം ഒരു നുണയിലാണോ നിൽക്കുന്നത്? മാധവൻ പ്രതികാരം ചെയ്യാൻ വന്നതാണോ? അഞ്ജലി പറഞ്ഞ വാക്കുകൾ കേട്ട് ഗീതാഞ്ജലിയുടെ ചെവിയിൽ ഒരു കടലിരമ്പം പോലെ ശബ്ദമുഴങ്ങി. മുറ്റത്ത് അരവിന്ദിന് ചായ നൽകിക്കൊണ്ട് നിൽക്കുന്ന ആ വയസ്സായ പണിക്കാരൻ മാധവൻ അയാൾ വെറുമൊരു വേലക്കാരനല്ല, മറിച്ച് ഈ തറവാടിൻ്റെ യഥാർത്ഥ അവകാശിയാണെന്നോ? ചേച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? അരവിന്ദേട്ടൻ മംഗലശ്ശേരിയിലെ ഏക മകനാ? ഗീത വിറയ്ക്കുന്ന സ്ഥലത്ത് ചോദിച്ചു. അഞ്ജലി പരിഹാസത്തോടെ ചിരിച്ചു. ശേഖരൻ തമ്പിക്ക് സാവിത്രിയമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു ജീവിതം ഉണ്ടായിരുന്നു ഗീതു. ആ ബന്ധത്തിലെ മകനാണ് ഈ മാധവൻ. പക്ഷേ അധികാരം നിലനിർത്താൻ സാവിത്രിയമ്മ മാധവനെയും അമ്മയെയും നാടുകടത്തി. മരിച്ചുപോയി എന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. ഇപ്പോൾ അയാൾ തിരിച്ചു വന്നിരിക്കുന്നത് തന്നെ നഷ്ടപ്പെട്ട സിംഹാസനം തിരിച്ചു പിടിക്കാനാണ്. ഗീത വിശ്വസിക്കാനാവാതെ പുറത്തേക്ക് നോക്കി. മാധവൻ വളരെ വിനയത്തോടെ അരവിന്ദിനോട് സംസാരിക്കുന്നു. ആ മുഖത്ത് പകയുടെ ലക്ഷണമൊന്നുമില്ല. അരവിന്ദേട്ടൻ ഇതറിയുമോ? ഗീത ചോദിച്ചു. ഇല്ല, പക്ഷേ മാധവൻ ഓരോ ചുവടും വെക്കുന്നത് വളരെ കൃത്യമായാണ്. വിക്രം ജയിലിലായതോടെ മാധവൻ്റെ വഴി തെളിഞ്ഞു, അഞ്ജലി ഗൂഢമായി പറഞ്ഞു. അന്ന് രാത്രി ഗീതയ്ക്ക് ഉറക്കം വന്നില്ല. അരവിന്ദ് അരികിൽ സമാധാനമായി ഉറങ്ങുകയാണ്. തൻ്റെ ഭർത്താവ് ഇത്രയും കാലം അനുഭവിച്ച ഈ രാജകീയ ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമോ എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളിൽ നീറി. അർദ്ധരാത്രിയിൽ ദാഹിച്ചുണർന്ന ഗീത വെള്ളം കുടിക്കാൻ താഴേക്ക് നടന്നു. ഉമ്മറത്തൊരാൾ ഇരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. മാധവനായിരുന്നു അത്. അയാൾ കയ്യിലൊരു പഴയ ഓടക്കുഴലുമായി നിലാവത്ത് നോക്കിയിരിക്കുകയാണ്. ഗീത ധൈര്യം സംഭരിച്ച് അയാളുടെ അടുത്തേക്ക് ചെന്നു. മാധവൻ നായർക്ക് ഉറക്കം വന്നില്ലേ? മാധവൻ പതുക്കി തിരിഞ്ഞു നോക്കി. ആ കണ്ണുകളിൽ വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു. ഇല്ല മോളെ, ഈ മണ്ണിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല. ഇതിൻ്റെ ഓരോ തരിയിലും എൻ്റെ അമ്മയുടെ കണ്ണീരുണ്ട്. ഗീതയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. മാധവൻ നായർ എന്തിനാ ഇവിടെ വന്നത്? അരവിന്ദേട്ടനെ ഉപദ്രവിക്കാനാണോ? മാധവൻ പതുക്കെ ചിരിച്ചു. അരവിന്ദ് പാവമാണ്, അവനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ചെയ്ത തെറ്റുകൾക്ക് കാലം ശിക്ഷ നൽകും മോളെ. ഞാൻ വന്നത് എൻ്റെ അവകാശം ചോദിക്കാനല്ല, എൻ്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാനാണ്. എന്ത് വാക്ക്? പെട്ടെന്ന് തറവാട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. സാവിത്രിയമ്മയുടെ ശബ്ദമായിരുന്നു അത്. ഗീതയും മാധവനും മുകളിലേക്ക് ഓടിച്ചെന്നു. സാവിത്രിയമ്മ തൻ്റെ മുറിയിൽ വിറച്ചു നിൽക്കുകയാണ്. മുറിയിലെ ചുവരിൽ രക്തം കൊണ്ട് ഒരാൾ എഴുതിയിരിക്കുന്നു, പാപം പുണ്യം തേടി വരുന്നു. അരവിന്ദ് അങ്ങോട്ടേക്ക് ഓടി വന്നു. അമ്മേ, എന്തുപറ്റി? സാവിത്രിയമ്മ മാധവനെ കണ്ടതും ബോധരഹിതയായി വീണു. മാധവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് മാറി നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു നിഗൂഢമായ തിളക്കമുണ്ടായിരുന്നു. അരവിന്ദ് ഗീതയെ നോക്കി. ഗീതു, ആരാണിത് ചെയ്തത്? മാധവൻ നായർ എങ്ങനെ ഇവിടെ എത്തി? ഗീത എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. മാധവൻ്റെ യഥാർത്ഥ രൂപം അരവിന്ദിന് മുന്നിൽ വെളിപ്പെടുത്തണോ, അതോ ഈ രഹസ്യം ഉള്ളിലൊതുക്കണോ? മംഗലശ്ശേരിയിൽ പുതിയൊരു താവളം ഒരുങ്ങുകയായിരുന്നു. സാവിത്രിയമ്മ ബോധരഹിതയായി വീണതോടെ മംഗലശ്ശേരി തറവാട്ടിൽ ആകെ പരിഭ്രാന്തിയായി. അരവിന്ദ് അമ്മയെ താങ്ങിയെടുത്ത് കട്ടിൽ കിടത്തി. ഡോക്ടറെ വിളിക്കാൻ അവൻ പരിഭ്രമത്തോടെ ഫോണെടുത്തു. എന്നാൽ ഗീതാഞ്ജലിയുടെ കണ്ണുകൾ മുറിക്ക് പുറത്ത് നിശബ്ദനായി നിൽക്കുന്ന മാധവനിലായിരുന്നു. ചുവരിലെ ആ രക്തവർണ്ണത്തിലുള്ള വരികൾ, പാപം പുണ്യം തേടി വരുന്നു. ഗീതയുടെ ഉള്ളിൽ ഭയം നിറച്ചു. ഇത് മാധവൻ ചെയ്തതാണോ, അതോ അഞ്ജലി പറഞ്ഞതുപോലെ മറ്റാരെങ്കിലും ഈ രഹസ്യം അറിയുന്നവർ ഉണ്ടോ? ഗീതു, നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? വേഗം കുറച്ച് വെള്ളം എടുക്കൂ. അരവിന്ദിൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി. ഗീത വെള്ളവുമായി ചെന്നപ്പോഴേക്കും സാവിത്രിയമ്മ പതുക്കെ കണ്ണുറന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ വല്ലാത്ത ഭീതിയുണ്ടായിരുന്നു. അവർ ചുറ്റും നോക്കി.
വാതിൽക്കൽ നിൽക്കുന്ന മാധവനെ കണ്ടതും അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവനെ ഇവിടുന്ന് പുറത്താക്കൂ അരവിന്ദ. അവൻ ശരിയല്ല. സാവിത്രിയമ്മ വിറയ്ക്കുന്ന വിരലുകൾ മാധവന് നേരെ ചൂണ്ടി. അരവിന്ദ് അത്ഭുതപ്പെട്ടു. അമ്മേ, ഇത് മാധവൻ നായരല്ലേ, നമ്മുടെ പുതിയ പണിക്കാരൻ? ഇദ്ദേഹം എന്തു കഴിച്ചു? മാധവൻ പതുക്കെ മുന്നോട്ട് വന്ന് കൈകൾ കൂപ്പി വിനയത്തോടെ പറഞ്ഞു. ക്ഷമിക്കണം തമ്പുരാട്ടി, ഞാൻ വരാന്തയിൽ നിൽക്കുമ്പോൾ ശബ്ദം കേട്ട് ഓടി വന്നതാണ്. എന്നെ കണ്ടിട്ട് അമ്മയ്ക്ക് പേടിയായെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പൊയ്ക്കോളാം. മാധവൻ പതുക്കെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആ ശാന്തമായ നടത്തം കണ്ട ആർക്കും ഒരു സംശയം തോന്നില്ല. പക്ഷേ ഗീതയ്ക്ക് അറിയാമായിരുന്നു ആ ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അരവിന്ദ് ചുവരിലെ എഴുത്തുകൾ നോക്കി പല്ലു കടിച്ചു. ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. അഭിനവോ വിക്രമോ ജയിലിലിരുന്ന് ചെയ്യിച്ചതാകും. എൻ്റെ അമ്മയെ ഭയപ്പെടുത്താൻ നോക്കുന്നവനെ ഞാൻ വെറുതെ വിടില്ല. അരവിന്ദ് പുറത്തേക്ക് പോയ ഉടനെ ഗീത സാവിത്രി അമ്മയുടെ അരികിലെത്തി. അമ്മേ, സത്യം പറയൂ, ആരാണ് ആ മാധവൻ? അമ്മ എന്തിനാണ് അയാൾ ഇത്രത്തോളം ഭയപ്പെടുന്നത്? സാവിത്രി അമ്മ ഗീതയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. മോളെ, പഴയ കാര്യങ്ങൾ നീ അറിയണ്ട. അവൻ മംഗലശ്ശേരിയെ തകർക്കാൻ വന്ന കാലനാണ്. നീ അരവിന്ദിനോടൊന്നും പറയരുത്. അവനറിഞ്ഞാൽ ഈ വീട് തകരും. ഗീത ഒന്നും മിണ്ടിയില്ല. അവൾ നേരെ തൻ്റെ മുറിയിലേക്ക് നടന്നു. അവിടെ അഞ്ജലി ജനാലയിലൂടെ പുറത്തിരട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ല ഗീതു, കളി തുടങ്ങിക്കഴിഞ്ഞു. സാവിത്രിയമ്മയുടെ പാപങ്ങൾ ഓരോന്നായി അവരെ വേട്ടയിടാൻ തുടങ്ങുകയാണ്. അഞ്ജലി ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. ചേച്ചി, നീ എന്തിനാ ഇതിലൊക്കെ ഇത്ര സന്തോഷിക്കുന്നത്? അരവിന്ദേട്ടൻ നമ്മുടെ കൂടെ ഉള്ളതല്ലേ? ഗീത ചോദിച്ചു. അരവിന്ദ് മംഗലശ്ശേരിയിലെ അവകാശിയല്ല എന്ന് തെളിഞ്ഞ നിന്റെ ഈ ആഡംബര ജീവിതം അവസാനിക്കും ഗീതു. അന്ന് നീയും എന്നെപ്പോലെ വെറും ഒരു പൗരക്കാരിയാകും. അഞ്ജലി മുറിയിൽ നിന്നിറങ്ങി. ഗീതയ്ക്ക് വലിയൊരു ചതിയുടെ മണം ലഭിച്ചു. അഞ്ജലി ചേച്ചി മാധവനുമായി കൈകോർത്തിരിക്കുകയാണോ? അർദ്ധരാത്രിയിൽ ഗീത ആരും കാണാതെ മാധവൻ്റെ മുറിക്കരികിലെത്തി. അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. മാധവൻ തൻ്റെ കയ്യിലുള്ളൊരു പഴയ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു. ആ ഫോട്ടോയിലുള്ളത് അരവിന്ദിൻ്റെ അച്ഛൻ ശേഖരൻ തമ്പിയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആ സ്ത്രീ സാവിത്രിയമ്മയായിരുന്നില്ല. പെട്ടെന്ന് മാധവൻ തിരിഞ്ഞു നോക്കി. ഗീതാഞ്ജലി, ഒളിഞ്ഞു നോക്കുന്നത് മംഗലശ്ശേരിയിലെ മരുമക്കൾക്ക് ചേർന്നതല്ല. ഗീത പേടിച്ച് പിന്നോട്ട് മാറി. നിങ്ങൾ ആരാണ് മാധവൻ നായർ? മാധവൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ ആരാണെന്ന് നാളെ ഈ നാട് മുഴുവൻ അറിയും മോളെ. നാളെ മംഗലശ്ശേരിയിലെ കർക്കിടക വാവ് ചടങ്ങാണ്. പിതൃക്കൾക്ക് ബലിയിടുമ്പോൾ സത്യം പുറത്തു വരും. മാധവൻ്റെ വാക്കുകളിൽ ഒരു വലിയ പ്രഖ്യാപനമുണ്ടായിരുന്നു. നാളെ മംഗലശ്ശേരിയുടെ ചരിത്രം മാറാൻ പോവുകയാണോ? ഗീതയ്ക്ക് ഭയം കൊണ്ട് ഉറക്കം വന്നില്ല. മംഗലശ്ശേരി തറവാട്ടിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പുഴക്കടവിൽ പിതൃക്കൾക്ക് ബലിയിടാൻ അരവിന്ദ് തയ്യാറെടുക്കുന്നു. എന്നാൽ തറവാടിൻ്റെ അകത്തളങ്ങളിൽ മറ്റൊരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുകയായിരുന്നു. ഗീതാഞ്ജലി മാധവൻ നായരുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് അസ്വസ്ഥയായി നടന്നു. സാവിത്രിയമ്മ അന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അവരുടെ മുഖത്ത് മരണതുല്യമായ ഒരു വിളർച്ച പടർന്നിരുന്നു. അഞ്ജലി ആവട്ടെ എപ്പോഴും മാധവൻ നായരുടെ പരിസരത്ത് തന്നെയുണ്ട്. അവർക്കിടയിൽ എന്തോ ഒരു രഹസ്യധാരണ ഉണ്ടെന്ന് ഗീതയ്ക്ക് ഉറപ്പായി. ഗീതു, നീ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അച്ഛനും ബലിയിടാൻ സമയമായി, നീയും കൂടെ വരണ്ടേ? അരവിന്ദ് ഈറം വസ്ത്രം ധരിച്ച് ഉമ്മറത്ത് നിൽക്കുകയാണ്. ഗീത ഒന്നും മിണ്ടാതെ അവൻ്റെ കൂടെ നടന്നു. പുഴക്കടവിൽ മാധവൻ നായരും ഉണ്ടായിരുന്നു. അദ്ദേഹം ബലിച്ചോറ് തയ്യാറാക്കാൻ സഹായിക്കുകയാണ്. ബലിതർപ്പണം തുടങ്ങാൻ നേരത്ത് പെട്ടെന്ന് മാധവൻ നായർ അരവിന്ദിൻ്റെ കൈ തടഞ്ഞു. നിൽക്കൂ അരവിന്ദ് തമ്പുരാനെ, ഈ ബലിതർപ്പണം പൂർത്തിയാകില്ല. അരവിന്ദ് ഞെട്ടിപ്പോയി. അതെന്താ മാധവൻ നായരെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? മാധവൻ നായർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ചെമ്പ് വെട്ടി തുറന്നു. അതിൽ നിന്ന് ഒരു ആധാരവും ശേഖരൻ തമ്പിയുടെ ഒപ്പമുള്ള ഒരു കത്തും പുറത്തെടുത്തു. പിതൃക്കൾക്ക് ബലിയിടാനുള്ള അവകാശം രക്തബന്ധമുള്ള മൂത്ത മകനാണ്. ശേഖരൻ തമ്പിയുടെ മൂത്ത മകൻ ഞാനാണ്. സാവിത്രിയമ്മ ചതിയിലൂടെ പുറത്താക്കിയ ശേഖരൻ തമ്പിയുടെ ആദ്യ ഭാര്യയിലെ മകൻ. കരയിൽ കൂടിയിരുന്ന നാട്ടുകാർക്കിടയിൽ വലിയൊരു സംസാരം ഉണ്ടായി. അരവിന്ദ് തകർന്നുപോയി. അവൻ വിശ്വസിക്കാനാവാതെ സാവിത്രിയമ്മയെ നോക്കി. അവർ അപ്പോഴേക്കും കടവിലേക്ക് ഓടിയെത്തിയിരുന്നു. ഇത് കള്ളമാണ്, ഇവൻ ഒരു തട്ടിപ്പുകാരനാണ്. സാവിത്രിയമ്മ അലറി. അല്ലമ്മേ, ഇത് സത്യമാണ്. അഞ്ജലി മുന്നോട്ട് വന്നു. ഈ രേഖകളെല്ലാം നിയമപരമായി ശരിയാണെന്ന് ഞാൻ പരിശോധിച്ചു കഴിഞ്ഞു. അരവിന്ദേട്ടൻ ഈ തറവാടിൻ്റെ അവകാശിയല്ല. അഞ്ജലി മാധവൻ നായരോടൊപ്പം ചേരുന്നത് കണ്ട് ഗീതയുടെ ഉള്ളിൽ പകയിരിഞ്ഞു. സ്വന്തം ചേച്ചി മംഗലശ്ശേരിയെ തകർക്കാൻ ശത്രുവിനൊപ്പം ചേർന്നിരിക്കുന്നു. അരവിന്ദേട്ടാ, നിങ്ങൾ തളരരുത്. ഗീത അവൻ്റെ കൈകളിൽ പിടിച്ചു. മാധവൻ നായർ പരിഹാസത്തോടെ ചിരിച്ചു. ഇന്നു മുതൽ മംഗലശ്ശേരിയുടെ അധികാരം എനിക്കാണ്. സാവിത്രിയമ്മയും അരവിന്ദും ഈ പടി ഇറങ്ങണം. പക്ഷേ അദ്ദേഹം നിർത്തി. ഗീതാഞ്ജലിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. അവൾ പകരക്കാരിയായി വന്നവളാണല്ലോ. അവൾക്ക് ഇനിയും പകരക്കാരിയാകാം. അരവിന്ദ് ദേഷ്യത്തോടെ മാധവൻ നായരുടെ ഷർട്ടിൽ പിടിച്ചു. പക്ഷേ പോലീസുമായി അങ്ങോട്ടേക്ക് ഒരാൾ കൂടി വന്നു. അത് വിക്രമിൻ്റെ വക്കീലായിരുന്നു. മാധവൻ നായർ പറഞ്ഞത് ശരിയാണ്. നിയമപരമായി ഈ സ്വത്ത് അദ്ദേഹത്തിൻ്റെതാണ്. അരവിന്ദ്, നിങ്ങൾ ഉടൻ ഈ വീട് ഒഴിയണം. വക്കീൽ നോട്ടീസ് നീട്ടി. അരവിന്ദ് തല താഴ്ത്തി നിന്നു. അവൻ്റെ ലോകം തകർന്നു വീഴുകയായിരുന്നു. വർഷങ്ങളായി താൻ കാത്തു സൂക്ഷിച്ച തറവാടും പേരും പ്രശസ്തിയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. ഗീത മുന്നോട്ട് വന്നു. അവൾ മാധവൻ നായരുടെ
കണ്ണുകളിലേക്ക് നോക്കി. അധികാരം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഈ കുടുംബത്തിൻ്റെ ആത്മാഭിമാനം നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ പടിയിറങ്ങും, പക്ഷേ അത് തോറ്റുപോയത് കൊണ്ടല്ല, സത്യം തെളിയിക്കാൻ വേണ്ടിയാണ്. ഗീത അരവിന്ദിൻ്റെ കൈപിടിച്ച് തറവാട്ടിലേക്ക് നടന്നു. സാവിത്രിയമ്മ തളർന്നു നിലത്തിരുന്നു. അഞ്ജലി മംഗലശ്ശേരിയുടെ താക്കോൽക്കൂട്ടം മാധവൻ നായരുടെ കയ്യിൽ നിന്ന് വാങ്ങി അരയിൽ തിരുകി. മംഗലശ്ശേരി തറവാട്ടിൽ നിന്ന് അരവിന്ദും ഗീതയും പുറത്താക്കപ്പെടാൻ പോവുകയാണ്. മംഗലശ്ശേരി തറവാടിൻ്റെ പടിയിറങ്ങുമ്പോൾ അരവിന്ദിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജനിച്ചു വളർന്ന വീട്, തൻ്റെ അഭിമാനമായിരുന്ന മണ്ണ്, എല്ലാം ഒരു നിമിഷം കൊണ്ട് അന്യമായിരിക്കുന്നു. സാവിത്രിയമ്മ അലറിക്കരഞ്ഞുകൊണ്ട് ഉമ്മറപ്പടിയിൽ മുറുകെ പിടിച്ചു. ഇറങ്ങ സാവിത്രിയമ്മേ, പണ്ട് എൻ്റെ അമ്മയെയും എന്നെയും ഈ പടിയിറക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ സങ്കടം തോന്നിയിരുന്നു? മാധവൻ നായരുടെ ശബ്ദത്തിൽ വർഷങ്ങൾ നീണ്ട പകയുടെ കനലുണ്ടായിരുന്നു. അഞ്ജലി താക്കോൽ കൂട്ടം കിലുക്കിക്കൊണ്ട് ഗീതയുടെ അടുത്തേക്ക് വന്നു. കണ്ടില്ല ഗീതു, പകരക്കാരിയായി വന്ന നിനക്ക് മംഗലശ്ശേരിയുടെ മരുമകളാകാൻ യോഗയില്ല. ഇനി നിന്റെ ഈ പഴയ തുണിയും ഭാണ്ഡവും എടുത്ത് ഇറങ്ങിക്കോ. ഗീത അഞ്ജലിയെ രൂക്ഷമായി നോക്കി. ചേച്ചി, നീ ഈ കാട്ടുന്നത് വലിയ ചതിയാണ്. സ്വന്തം അനിയത്തെയും അച്ഛനെയും നശിപ്പിച്ചിട്ട് നിനക്ക് ഈ തറവാട്ടിൽ സുഖമായി കഴിയാമെന്ന് കരുതണ്ട. അരവിന്ദ് ഗീതയുടെ തോളിൽ കൈവച്ചു. വേണ്ട ഗീതു, നമുക്ക് പോവാം. സത്യം എന്നും മൂടി വയ്ക്കാൻ കഴിയില്ല. ഈ മണ്ണ് എൻ്റേതാണെങ്കിൽ അത് എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. അരവിന്ദും ഗീതയും സാവിത്രിയമ്മയെ താങ്ങിപ്പിടിച്ച് തറവാടിൻ്റെ പടി കടന്നു. അവർക്ക് പോകാൻ ഒരിടം ഉണ്ടായിരുന്നുള്ളൂ, ഗീതയുടെ ചെറിയ വീട്. രാഘവൻ തൻ്റെ മരുമകനെയും മകളെയും കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. അരവിന്ദ്, എൻ്റെ മൂത്ത മോൾ കാരണം നിനക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ. എന്നോട് ക്ഷമിക്കണം. അച്ഛാ, സങ്കടപ്പെടരുത്. ഞങ്ങളിവിടെ സുരക്ഷിതരാണ്. ഗീത അച്ഛനെ ആശ്വസിപ്പിച്ചു. രാത്രിയിൽ ചെറിയ വീടിൻ്റെ വരാന്തയിൽ അരവിന്ദ് തനിച്ചിരിക്കുകയായിരുന്നു. ഗീത അവൻ്റെ അരികിൽ ചെന്നു. അരവിന്ദേട്ടാ, നമ്മൾ തോറ്റു കൊടുക്കരുത്. മാധവൻ നായർ പറയുന്ന രേഖകൾ സത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അരവിന്ദ് ഒരു ദീർഘനിശ്വാസം വിട്ടു. ആ ആധാരം അച്ഛൻ്റെ ഒപ്പമുള്ളതാണ് ഗീതു. പക്ഷേ അച്ഛൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ ഒരു മകനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതിലെന്തോ വലിയ ചതിയുണ്ട്. അപ്പോഴാണ് ഗീതയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നത്. അത് വിക്രമിൻ്റെ വക്കീൽ അയച്ചതായിരുന്നു. അരവിന്ദ്, നിന്റെ തറവാട് മാധവൻ നായർക്ക് കിട്ടിയത് എൻ്റെ സഹായത്തോടെയാണ്. പക്ഷേ അഭിനവ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. സൂക്ഷിച്ചോ. ഗീത ഞെട്ടിപ്പോയി. അഭിനവ് പുറത്തിറങ്ങിയാൽ അവൻ മാധവൻ നായരെയും അഞ്ജലിയെയും വെറുതെ വിടുമോ? അതോ എല്ലാവരും ചേർന്ന് പുതിയൊരു ഗൂഢാലോചന നടത്തുകയാണോ? പെട്ടെന്ന് വീടിന് പുറത്തൊരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് മറ്റാരും ആയിരുന്നില്ല, അഭിനവ്. അവൻ മുറ്റത്ത് നിന്ന് ഉറക്കെ വിളിച്ചു. ഏട്ടാ, ഗീതു, പുറത്തേക്ക് വരൂ. മംഗലശ്ശേരിയിലെ രാജാക്കന്മാർ തെരുവിലായ വിവരം അറിഞ്ഞ് ഞാൻ ഓടി വന്നതാ. അഭിനവിൻ്റെ കണ്ണുകളിൽ പകയും വിജയച്ചിരിയും ഉണ്ടായിരുന്നു. അവൻ മാധവൻ നായരുമായി കൈകോർത്തു. മംഗലശ്ശേരി തിരിച്ചുപിടിക്കാൻ അഭിനവിൻ്റെ ചിരി ആ രാത്രിയുടെ നിശബ്ദതയെ ഭീകരമായി കീറിമുറിച്ചു. ജയിലിൽ നിന്നിറങ്ങി അവൻ്റെ മുഖത്ത് പഴയ ആഡംബര പ്രിയനെയല്ല, പകരം വന്യമായൊരു പ്രതികാരദാഹിയാണ് ഗീതാഞ്ജലി കണ്ടത്. അഭിനവ്, നീ എങ്ങനെ പുറത്തിറങ്ങി? അരവിന്ദ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. അഭിനവ് പരിഹാസത്തോടെ കൈകൾ വിടർത്തി. നിയമത്തിന് മുന്നിൽ എല്ലാത്തിനും വഴികളുണ്ടേട്ടാ. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. മംഗലശ്ശേരി തറവാടിൻ്റെ അധിപൻ ഇപ്പോൾ ഒരു പഴയ പണിക്കാരനാണല്ലേ, മാധവൻ നായർ. ഗീത അവനെ തറപ്പിച്ചു നോക്കി. നീയും അയാളുടെ കൂടെ ചേർന്നു അഭിനവ്? നിനക്കും ആ സ്വത്താണോ വലുത്? അഭിനവ് പെട്ടെന്ന് ഗൗരവത്തിലായി. അവൾക്ക് നേരെ ഒരു ചുവടെടുത്തു. ഏട്ടത്തി, ഞാൻ ചതിയനായിരിക്കാം, പക്ഷേ മംഗലശ്ശേരിയുടെ രക്തമാണ് എൻ്റെ ഉള്ളിൽ. പുറത്തു നിന്നൊരാൾ വന്ന് എൻ്റെ തറവാട് ഭരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. മാധവൻ നായർ കാണിച്ച ആ ആധാരം വ്യാജമാണെന്ന് എനിക്ക് ഉറപ്പാണ്. അരവിന്ദ് അവിശ്വസനീയതയോടെ അവനെ നോക്കി. നീ എന്താണ് പറയുന്നത്? അത് അച്ഛൻ്റെ ഒപ്പുള്ള രേഖകളല്ലേ? അല്ല ഏട്ടാ, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചില രേഖകൾ വിക്രമിൻ്റെ അച്ഛൻ വഴി മാറ്റി എഴുതിച്ചിരുന്നു. മാധവൻ നായർ കാണിച്ചത് വിക്രം നിർമ്മിച്ച ഒരു കള്ളരേഖയാണ്. അഞ്ജലി ചേച്ചിയെ ഉപയോഗിച്ച് വിക്രം കളിച്ച വലിയൊരു നാടകമാണിത്, അഭിനവ് വെളിപ്പെടുത്തി. ഗീതയുടെ തല കറങ്ങുന്നതുപോലെ തോന്നി. അപ്പോൾ അഞ്ജലി ചേച്ചി വിക്രമിന് വേണ്ടിയാണ് മാധവൻ നായരെ സഹായിച്ചത്. വിക്രം ജയിലിലാണെങ്കിലും അവൻ്റെ ആളുകൾ പുറത്തുണ്ട്. അഭിനവ് പറയുന്നത് സത്യമാണെങ്കിൽ നമുക്കുടൻ ആ യഥാർത്ഥ രേഖകൾ കണ്ടെത്തണം, ഗീത പറഞ്ഞു. അന്നേരം അഭിനവ് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെൻഡ്രൈവ് എടുത്തു. ഇതിൽ മംഗലശ്ശേരിയുടെ യഥാർത്ഥ ആധാരത്തിൻ്റെ ഡിജിറ്റൽ കോപ്പിയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഇപ്പോൾ തറവാട്ടിലെ പഴയ രഹസ്യ അറയിലാണ്. അഞ്ജലി ചേച്ചി അത് വിക്രമിന് കൈമാറുന്നതിന് മുമ്പ് നമ്മളത് കൈക്കലാക്കണം. അരവിന്ദ് ഗീതയും അരവിന്ദിനെ വിശ്വസിക്കണമോ എന്ന് സംശയിച്ചെങ്കിലും തറവാട് തിരിച്ചുപിടിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. അർദ്ധരാത്രിയിൽ മൂവരും ആരും കാണാതെ മംഗലശ്ശേരി തറവാടിൻ്റെ പിൻഭാഗത്തെത്തി. കാട് പിടിച്ച വഴിയിലൂടെ അവർ അകത്തേക്ക് കടന്നു. തറവാടിൻ്റെ ഉള്ളിൽ മാധവൻ നായരും അഞ്ജലിയും വരാന്തയിലിരുന്ന് എന്തോ ഗൗരവത്തിൽ സംസാരിക്കുന്നത് അവർ കണ്ടു. മാധവൻ നായരെ, വിക്രം പറഞ്ഞ പണം എനിക്ക് കിട്ടണം. ഈ തറവാട് നിങ്ങൾക്ക് തന്നത് വെറുതെയല്ല. അഞ്ജലിയുടെ ശബ്ദത്തിൽ ആർത്തി നിറഞ്ഞിരുന്നു. മാധവൻ നായർ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പണം തരാം മോളെ, പക്ഷേ ഈ തറവാടിൻ്റെ ഒറിജിനൽ ആധാരം എൻ്റെ കയ്യിൽ കിട്ടണം. അതെവിടെയാണെന്ന് എനിക്കറിയാമല്ലോ. അഞ്ജലി ആ പഴയ രഹസ്യറയുടെ താക്കോൽ ഉയർത്തിക്കാട്ടി. ഗീതയുടെ ഹൃദയം പടപട ഇടിച്ചു. ആ ആധാരം അവർക്ക് കിട്ടിയാൽ പിന്നെ മംഗലശ്ശേരി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അരവിന്ദ് അഭിനവിനെ ആംഗ്യം കാണിച്ചു. അവർ പതുക്കെ അകത്തേക്ക് നീങ്ങി. പക്ഷെ പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആരവിടെ?
മാധവൻ നായർ താക്കുമായി എഴുന്നേറ്റു. ഗീതയും അരവിന്ദ് ചുവരിലേക്ക് ഒട്ടി നിന്നു. അഞ്ജലി ടോർച്ച് വെളിച്ചം അടിച്ചു നോക്കി. വെളിച്ചം ഗീതയുടെ മുഖത്തിന് തൊട്ടരികിലെത്തി. ടോർച്ച് വെളിച്ചം ഗീതയുടെ മുഖത്തിന് തൊട്ടടുത്തെത്തിയ നിമിഷം അവൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അഭിനവ് ഒരു പൂച്ചയെപ്പോലെ മുന്നിലേക്ക് ചാടി വീണു. മൗ എന്നവൻ ശബ്ദമുണ്ടാക്കിയതോടെ മാധവൻ നായരും അഞ്ജലിയും ഒന്ന് പതറി. വെറുമൊരു പൂച്ചയാണ് മാധവൻ നായരെ, നിങ്ങളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അഞ്ജലി പരിഹാസത്തോടെ ചോദിച്ചു. മാധവൻ നായർ തോക്ക് താഴ്ത്തിയെങ്കിലും അവൻ്റെ കണ്ണുകളിൽ സംശയം ബാക്കിയായിരുന്നു. പൂച്ചയല്ല മോളെ, ഈ തറവാടിൻ്റെ ചൂരകൾക്ക് പോലും കാതുണ്ട്. വേഗം ആ രഹസ്യറ തുറക്ക്. അഞ്ജലി താക്കോലുമായി പഴയ പത്തായപ്പുരയുടെ അടുത്തുള്ള രഹസ്യറ ലക്ഷ്യമാക്കി നടന്നു. മറങ്ങി നിന്ന അരവിന്ദും ഗീതയും അഭിനവും അവരെ പിന്തുടർന്നു. ഇരുട്ടിൽ അവർ നിഴലുകളെ പോലെ നീങ്ങി. അഞ്ജലി അറ തുറന്നതും ഉള്ളിൽ നിന്നൊരു പഴയ മരപ്പെട്ടി പുറത്തെടുത്തു. ഇതാണ് ആധാരം. ഇത് വിക്രമിന് കൊടുത്താൽ എനിക്ക് വാഗ്ദാനം ചെയ്ത പണം കിട്ടും. അഞ്ജലിയുടെ കണ്ണുകളിൽ ആർത്തി തിളങ്ങി. അരവിന്ദ് ഇനി കാത്തു നിൽക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ മുന്നോട്ടാഞ്ഞു. അഞ്ജലി നിർത്തൂ. അപ്രതീക്ഷിതമായി അരവിന്ദിന്റെ വരവ് അഞ്ജലിയെയും മാധവൻ നായരെയും ഞെട്ടിച്ചു. മാധവൻ നായർ വേഗം തോക്ക് ഉയർത്തിയെങ്കിലും അഭിനവ് അയാളുടെ കൈ തട്ടിമാറ്റി. തോക്ക് ദൂരേക്ക് തെറിപ്പിച്ചു പോയി. ഏട്ടാ, ആ പെട്ടിയെടുക്കൂ, അഭിനവ് അലറി. അരവിന്ദും മാധവൻ നായരും തമ്മിൽ മൽപ്പിടുത്തം നടന്നു. അഞ്ജലി ആ പെട്ടിയുമായി ഓടാൻ ശ്രമിച്ചു. ഗീത അവളെ തടഞ്ഞു. ചേച്ചി, ഇനിയെങ്കിലും നിർത്തൂ. സ്വന്തം കുടുംബത്തെ ഇങ്ങനെ നശിപ്പിക്കരുത്. ഗീതയും അഞ്ജലിയും തമ്മിൽ പിടിവലിയായി. പെട്ടെന്ന് അഞ്ജലി ഗീതയെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടി. മുറ്റത്തൊരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് വിക്രമിൻ്റെ വലങ്കൈയായ ഷിബു ആയിരുന്നു. പെട്ടി ഇങ്ങ് തരൂ അഞ്ജലി. ഷിബു തോക്കുമായി മുന്നോട്ട് വന്നു. എന്നാൽ ആ നിമിഷം തറവാടിൻ്റെ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരും അനങ്ങരുത്. പോലീസുമായി ഇൻസ്പെക്ടർ വർഗീസ് അവിടെ എത്തിയിരുന്നു. അഭിനവ് രഹസ്യമായി പോലീസിനെ അറിയിച്ചിരുന്നു. തൻ്റെ തെറ്റുകൾക്ക് പരിഹാരമായി മംഗലശ്ശേരിയെ രക്ഷിക്കാൻ അവനെടുത്ത തീരുമാനമായിരുന്നു അത്. മാധവൻ നായരെയും ശിവനെയും പോലീസ് കീഴ്പ്പെടുത്തി. അഞ്ജലി ഭയന്ന് വിറച്ചു നിന്നു. ഗീത അവളുടെ കയ്യിൽ നിന്ന് ആ മരപ്പെട്ടി വാങ്ങി. അരവിന്ദ് ആ പെട്ടി തുറന്നു. അതിൽ 2 ആധാരങ്ങളുണ്ടായിരുന്നു. ഒന്ന് മാധവൻ നായർ കാണിച്ച വ്യാജരേഖ, മറ്റൊന്ന് ശേഖരൻ തമ്പി മരിക്കുന്നതിന് മുമ്പ് അരവിന്ദിൻ്റെ പേരിൽ എഴുതിവെച്ച യഥാർത്ഥ ആധാരം. അതിൽ ഒരു കത്തും ഉണ്ടായിരുന്നു. എൻ്റെ ഏക അവകാശി അരവിന്ദാണ്. മാധവൻ എൻ്റെ മകനല്ല. എൻ്റെ ശത്രുക്കൾ എന്നെ തകർക്കാനുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണത്. കത്ത് വായിച്ച അരവിന്ദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മാധവൻ നായർ സത്യത്തിൽ ഒരു നടനായിരുന്നു. വിക്രം വാടകയ്ക്കെടുത്ത ഒരു കുറ്റവാളി. മംഗലശ്ശേരിയുടെ രഹസ്യങ്ങൾ അറിവുള്ള ആരെങ്കിലും ആയിരിക്കാം വിക്രമിന് ഈ വിവരങ്ങൾ നൽകിയത്. അരവിന്ദേട്ടാ, നമ്മൾ ജയിച്ചു. ഗീത അവൻ്റെ തോളിൽ കൈവച്ചു. പോലീസ് എല്ലാവരെയും കൊണ്ടുപോകുമ്പോൾ അഞ്ജലി ഗീതയുടെ കാലിൽ വീണു. ഗീതു, എന്നോട് ക്ഷമിക്കണം. പണത്തിനോടുള്ള ആർത്തി എന്നെ അന്ധയാക്കി. ഗീത ഒന്നും മിണ്ടിയില്ല. അരവിന്ദ് അഭിനന്ദനെ നോക്കി. അഭിനവ്, നീ ഇന്ന് ചെയ്തത്? അഭിനവ് ഒന്ന് ചിരിച്ചു. ഏട്ടാ, എനിക്ക് മാപ്പ് വേണ്ട. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷേ മംഗലശ്ശേരി ഇനി സുരക്ഷിതമാണ്. മംഗലശ്ശേരി തറവാട്ടിൽ സത്യത്തിൻ്റെ വെളിച്ചം വീശാൻ തുടങ്ങുകയായിരുന്നു. മംഗലശ്ശേരി തറവാടിൻ്റെ മുറ്റത്ത് പോലീസ് ജീപ്പിൻ്റെ സൈറൺ നിലച്ചു. മാധവൻ നായരും ശിവവും പോലീസിൻ്റെ പിടിയിലായതോടെ ആ തറവാട്ടിലെ ഇരുണ്ട അധ്യായത്തിന് അന്ത്യമായി. എന്നാൽ അഞ്ജലി തളർന്ന് ഉമ്മറപ്പടിയിലിരിക്കുകയായിരുന്നു. കൈകൂപ്പി നിൽക്കുന്ന അവളിൽ പഴയ ആഡംബരപ്രിയമോ അഹങ്കാരിയോ ആയ അഞ്ജലിയെ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ഗീതു, എന്നെ പോലീസിന് വിട്ടുകൊടുക്കല്ലേ. ഞാൻ അറിയാതെ ഓരോ ചതിക്കുഴികൾ വീണുപോയതാണ്, അഞ്ജലി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അരവിന്ദ് അഞ്ജലി രൂക്ഷമായി നോക്കി. അഞ്ജലി, നീ ചെയ്തത് വെറുമൊരു തെറ്റല്ല. സ്വന്തം കുടുംബത്തെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. പണത്തിനു വേണ്ടി നീ അച്ഛനെ പോലും ചതിച്ചു. രാഘവൻ പതുക്കെ മകൾക്കരികിലെത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സങ്കടം കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മോളെ, നിനക്ക് എന്തിൻ്റെ കുറവായിരുന്നു? നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാൻ കഷ്ടപ്പെട്ടത്? പക്ഷേ നീ എൻ്റെ അന്തസ്സ് പോലും വിറ്റ് തൊലച്ചു. ഗീത മുന്നോട്ട് വന്നു. അവൾ അഞ്ജലിയുടെ കൈകളിൽ പിടിച്ചു. ചേച്ചി, നിന്നെ പോലീസിന് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. കാരണം നീ എൻ്റെ രക്തമാണ്. പക്ഷേ നീ ചെയ്ത പാപങ്ങൾക്ക് നീ തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. അരവിന്ദ് ഇൻസ്പെക്ടർ വർഗീസിനോട് സംസാരിച്ച് അഞ്ജലിയെ തൽക്കാലം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. അഭിനവ് പക്ഷേ സ്വയം പോലീസിന് കീഴടങ്ങി. ഏട്ടാ, ഞാൻ ജയിലിൽ പോകുന്നത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ തെറ്റുകൾ കഴിയെ കളയാൻ അതല്ലാതെ മറ്റൊരു വഴിയില്ല. മംഗലശ്ശേരി ഇനി ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും കൈകളിൽ സുരക്ഷിതമായിരിക്കും. അഭിനവിനെ പോലീസ് കൊണ്ടുപോകുമ്പോൾ അരവിന്ദിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. സ്വന്തം അനിയൻ തിരുത്താൻ തയ്യാറായതിൽ അവൻ സന്തോഷിച്ചു. പിറ്റേന്ന് രാവിലെ മംഗലശ്ശേരി തറവാട് ശുദ്ധികലശത്തിന് സാക്ഷ്യം വഹിച്ചു. തറവാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും തളിച്ച പുണ്യാഹം അവിടുത്തെ നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റുന്നത് പോലെ തോന്നി. സാവിത്രിയമ്മ പതുക്കെ ഉമ്മറത്തേക്ക് വന്നു. അവരുടെ മുഖത്തെ പഴയ ഗർവ് മാറിയിരുന്നു. ഗീതു, എന്നോട് ക്ഷമിക്കണം. നിന്നെ വെറുമൊരു പകരക്കാരിയായി കണ്ടത് ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. പക്ഷേ ഇന്ന് മംഗലശ്ശേരിയുടെ മാനം കാത്തത് നീയാണ്. സാവിത്രിയമ്മ ഗീതയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഗീത ചിരിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. അമ്മേ, ഞാൻ എന്നും ഈ വീടിൻ്റെ മരുമകളായിരിക്കും. അഞ്ജലി തൻ്റെ വസ്ത്രങ്ങൾ ഒരു ചെറിയ പാണ്ഡത്തിലാക്കി താഴേക്ക് വന്നു. ഞാൻ പോവുകയാണ് ഗീതു. അച്ഛൻ്റെ കൂടെ പഴയ വീട്ടിൽ കഴിഞ്ഞ് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കണോ എനിക്ക്? ഇനി ഈ ആഡംബരങ്ങൾ വേണ്ട. അരവിന്ദ് ഗീതയെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി. തറവാടിൻ്റെ മുറ്റത്ത് മലയപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ആ തറവാട്ടിലെ യഥാർത്ഥ സന്തോഷം തിരിച്ചു വരികയാണെന്ന് അവൾക്ക് തോന്നി. ഗീതു, നമ്മുടെ ജീവിതം ഇന്നു മുതൽ തുടങ്ങുകയാണ്.
അരവിന്ദ് അവളുടെ കാതിൽ രഹസ്യമായി പറഞ്ഞു. മംഗലശ്ശേരിയിലെ പുത്തമ്പുലരിയും പ്രണയവും മംഗലശ്ശേരി തറവാടിന്റെ തിരുമുറ്റത്ത് തുളസിത്തറയിൽ ഗീതാഞ്ജലി വിളക്ക് തെളിയിക്കുമ്പോൾ ആകാശം ചുമന്നു തുടങ്ങിയിരുന്നു. മാസങ്ങൾ നീണ്ട കരിനിഴലുകൾ നീങ്ങി തറവാട് വീണ്ടും ഐശ്വര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് ഉണരുകയാണ്. ഭയത്തിന്റെയും ചതിയുടെയും അധ്യായങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ അവിടെ പ്രണയത്തിന്റെയും സമാധാനത്തിന്റെയും മണം മാത്രം. അരവിന്ദ് കുളിച്ച് ഈറം വസ്ത്രത്തോടെ ഉമ്മറത്തേക്ക് വന്നു. അവൻ ഗീതയെ നോക്കി ഒരു നിമിഷം നിന്നു. പണ്ട് അഞ്ജലിക്ക് പകരം വെറുമൊരു പകരക്കാരിയായി ഈ പടികയറി വന്ന പെൺകുട്ടി ഇന്ന് ഈ തറവാടിൻ്റെ ആത്മാവായി മാറിയിരിക്കുന്നു. ഗീതു, നീ ഇന്നും സുന്ദരിയാണ്. അരവിന്ദ് അവളുടെ അരികിൽ വന്നു നിന്നു. ഗീതു ഒന്ന് നാണിച്ചു. അരവിന്ദേട്ടാ, പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ അതിജീവിച്ചത്? അരവിന്ദ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അത് നിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഗീതു. നീ എന്നെയും ഈ തറവാടിനെയും ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് മംഗലശ്ശേരി ആരുടെയൊക്കെ കയ്യിൽ അകപ്പെട്ടു പോകുമായിരുന്നു. അഞ്ജലി ഇപ്പോൾ അച്ഛൻ രാഘവനോടൊപ്പം പഴയ വീട്ടിൽ ലളിതമായ ജീവിതം നയിക്കുകയാണ്. അവൾ ഇടയ്ക്കിടെ തറവാട്ടിൽ വരാറുണ്ട്. പഴയ ആർഭാടങ്ങളില്ലെങ്കിലും അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു വല്ലാത്ത ശാന്തതയുണ്ട്. അഭിനവ് ജയിലിൽ നിന്ന് ഇടയ്ക്ക് കത്തുകൾ അയക്കാറുണ്ട്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുമെന്ന അവൻ്റെ വാക്കുകൾ എല്ലാവർക്കും വലിയ ആശ്വാസമായിരുന്നു. സാവിത്രിയമ്മ ഇപ്പോൾ പൂർണ്ണമായി മാറിപ്പോയിരിക്കുന്നു. ഗീതയെ അവർ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. അന്ന് ഉച്ചയ്ക്ക് തറവാട്ടിൽ ഒരു ചെറിയ വിരുന്നുണ്ടായിരുന്നു. വിഭവം ഒരുക്കുന്നതിനിടയിൽ അരവിന്ദ് ഗീതയെ അടുക്കളയിലേക്ക് വിളിച്ചു. ഗീതു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അരവിന്ദ് ഗൗരവത്തോടെ പറഞ്ഞു. എന്താ ഏട്ടാ? ഗീത പേടിയോടെ ചോദിച്ചു. അരവിന്ദ് അവളുടെ മുന്നിൽ ഒരു ചെറിയ പെട്ടി നീട്ടി. അത് തുറന്നപ്പോൾ അതിൽ മനോഹരമായ ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു. ഇത് നിനക്ക് വേണ്ടിയാണ്. അന്ന് കല്യാണത്തിന് തന്നത് അഞ്ജലിക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ഇത് എൻ്റെ ഗീതാഞ്ജലിക്ക് വേണ്ടി മാത്രം ഞാൻ വാങ്ങിയതാണ്. ഗീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അത്ഭുതത്തോടെ ആ മാല നോക്കി നിന്നു. അരവിന്ദ് പതുക്കെ അത് അവളുടെ കഴുത്തിൽ അണിയിച്ചു. ഇനി നീ ആരുടെയും പകരക്കാരിയല്ല ഗീതു, നീ എൻ്റെ ജീവൻ്റെ പകുതിയാണ്. അരവിന്ദ് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മംഗലശ്ശേരി തറവാടിൻ്റെ ജനാലകൾ വഴി കാറ്റ് മെല്ലെ അകത്തേക്ക് വീശി. ആ കാറ്റിൽ പഴയ സങ്കടങ്ങളുടെ ഓർമ്മകളില്ലായിരുന്നു. പകരം പുതിയൊരു ജീവിതത്തിൻ്റെ മനോഹരമായൊരു പ്രണയകഥയുടെ ഈണമായിരുന്നു ഉണ്ടായിരുന്നത്. തറവാടിൻ്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് സാവിത്രിയമ്മയും രാഘവനും അവരുടെ മക്കളെ നോക്കി പുഞ്ചിരിച്ചു. മംഗലശ്ശേരിയിലെ ആ പൊൻപുലരിയിൽ പകരക്കാരി എന്ന പേര് എന്നേക്കുമായി മാഞ്ഞുപോയി. അവിടെ അവശേഷിച്ചത് മംഗലശ്ശേരിയുടെ പ്രിയപ്പെട്ട ഗീതാഞ്ജലി എന്ന സത്യം മാത്രം. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.